നിങ്ങൾ അറിയണം ഇവരാരാണെന്നറിയണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ. ഇവിടെ ഇവർ പറഞ്ഞല്ലോ നമ്മൾ ലഹരിക്കാണ് എതിരെയാണ് ഇവിടെ പരിപാടി. ലഹരിക്കെതിരെ മാത്രം പരിപാടിയൊന്നുമല്ല ഇവിടെ. ഇവരെ നിങ്ങൾക്ക് അറിയണം. ആരാണ് ഇവർ? ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നവർ ആരാണ്? എന്താണ് അവരുടെ ആദർശം? എന്താണ് അവരുടെ ആശയം? എന്തിനാണ് അവർ ഉണ്ടാക്കിയത്? ഈ സംഘടന ഉണ്ടാക്കിയത് എന്തിനാണെന്ന് പറയാം. പിശാചിനെ ആരാധിക്കുന്ന, പിശാചിന് വേണ്ടി സംസാരിക്കുന്ന, പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമായി ഇവരെ പറയപ്പെടാം. അങ്ങനെ അവർ ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് അവർ പറയപ്പെടാം ഇസ്ലാമിന്റെ നിയമപ്രകാരം. അങ്ങനത്തെ ഒരു വിഭാഗമാണത്. ഇത് വെറുതെ ആരോപിക്കുന്നതല്ല കേട്ടോ, ഇത് ആരോപിക്കുന്നതല്ല. അവർ പിശാചുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അവർ എന്ന വിധി അവരെ പറ്റി പറയാം. അവർ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ അങ്ങനെ വിധി പറയാൻ പറ്റുന്ന വിശ്വാസം അവരിലുണ്ട്. കാരണം ഒരു വിശ്വാസമാണ് വിധി പറയാ, കർമ്മമല്ല. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ? ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ അതിൽ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. ഇവരാരാണ്? വിസ്ഡം ആരാണ്? ഇവർ? ഇസ്ലാമിൽ ഇവർക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഇവർക്ക് എന്ത് ഇസ്ലാമികമാണുള്ളത്? എന്താണ് ഇവരുടെ നാട്ടിലെ നന്മ? നമുക്കിവിടെ പരിചയപ്പെടാം. ഇവരാരായിരുന്നു എന്നറിയോ? ഇവര് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗമായിരുന്നു ഇവർ തെറ്റിപ്പോരാനുണ്ടായ ഒരു കേരള നദ്വത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഇവർ തെറ്റിപ്പോകാൻ ഒരു കാരണമുണ്ടായി. അതെന്താണ് നമ്മൾ അറിയണം. അതാണ് ഇവരൊന്ന് പരിചയപ്പെടണം. നമ്മൾ മഹാബദ്ധം, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, അതിനടിമകളാക്കുന്നതിനേക്കാളും വലിയ മഹാപരാധത്തിലാണ് ഇവർ. പിശാചുക്കളെ ഭയപ്പെട്ടുകൊണ്ട് പിശാച് അസുഖങ്ങളും അപകടങ്ങളും വരുത്തുമെന്ന് വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളാണ്. അതിനടിച്ചിറക്കുകയും അതിനുവേണ്ടി ക്ലിനിക്കുകളും മറ്റു രീതിയിലുള്ള ചികിത്സാ മുറകളൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഇവിടെ. പക്ഷേ ഇവർ കേരളത്തിൽ അത് നടത്താൻ അവർക്ക് ധൈര്യം വന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് സ്വകാര്യമായി അവർ നടത്തുന്നുണ്ട്. അവർ നടത്തിയ ആളുകൾ ആ വീഡിയോകളിലൊക്കെ അവരത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. ഇനി ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണ പരിപാടി നടത്തിയ ആളുകൾ എന്നറിയോ? തികഞ്ഞ അന്ധവിശ്വാസികൾ, പിശാചിനെ ആരാധിക്കുന്നവരെന്ന് പറയപ്പെടാവുന്ന ആളുകൾ. ഇവരുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് അറിയാം. പിന്നെ ഇവര് ഈ അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ നമുക്ക്, അതൊക്കെ പിശാച് വരുന്നത്. ഇപ്പൊ ഈ കോഴിമുട്ട, ഈ മാരണം, ഗൂഢോത്ര പരിപാടി ഉണ്ടല്ലോ, ഈ ഗൂഢോത്ര പരിപാടി ചെയ്ത് പിശാചുക്കൾ ആരാധിച്ച പിശാചുക്കൾ വന്നിട്ട് അതിന് ഈ ജോത്സ്യന്, മാരണപ്പണിക്കാരന് പിശാച് എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുത്ത് വേറെ ആളെ ശാരീരികമായി പിശാച് ഉപദ്രവിക്കുന്നു വിശ്വസിക്കുന്ന അനിസ്ലാമിക വിശ്വാസമുള്ള അന്ധവിശ്വാസികളാണ് ഇവർ. അതിനൊക്കെ അടിച്ചിറക്കുന്ന പരിപാടി നടത്തുന്നവരാണ് ഇവർ. ഒരുപാട് ആളുകളൊക്കെ മരിച്ചിട്ടുണ്ട് വിഷയത്തിൽ. ഒരുപാട് ഇതൊക്കെ നടത്തിയ ആളുകൾ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സാജിദ് തിരുവഴങ്ങാടി എന്ന് പറയുന്ന ആൾ വീഡിയോ ഒക്കെ ഇറക്കി അദ്ദേഹം പബ്ലിക്കിൽ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവരാണ് അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. അയാളുടെ വീഡിയോ, സാജിദ് തിരുവഴങ്ങാടി എന്നാണ് അയാളുടെ പേര്. യൂട്യൂബിലൊക്കെ അയാളെ ചാനലുണ്ട്. അയാൾ തന്നെ അതൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗമാണ് ഇവരെന്ന് പറയാം. എന്നുവെച്ചാൽ ഇവർ പറയുന്ന എന്താണ്, ഈ മാരണം കൂടോത്രമൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും? പിശാചിനെ പൂജിച്ച് പ്രാർത്ഥിച്ച് ചെയ്താൽ പിശാച് വന്നിട്ട് ഉപദ്രവിക്കും. അതായത് ഈ സിഹിർ എന്നൊക്കെ പറയാം അറബിയിൽ. അങ്ങനെ മാരണം ചെയ്യാം, കൂടോത്രം ചെയ്യാം. അപ്പോൾ പിശാച് ശരീരത്തിൽ കയറും, ശരീരത്തിൽ ഒരുപാട് അക്രമങ്ങളും അസുഖങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനെ അടിച്ചിറക്കണം. അടിക്കാനും കുത്താനും തകരാവുന്നവനെ അടിക്കേണ്ടെന്ന് അടിച്ചിറക്കുന്നവർ അവരിലുണ്ട്. ഇപ്പൊ കേരിയനെ എങ്ങനെയെങ്കിലും ഇറക്കി വിടണമല്ലോ. അപ്പൊ ചിലവർ ചെറുതായിട്ട് അടിക്കുക, കുറച്ചടിക്കുക, കൂടുതൽ അടിക്കുക, എങ്ങനെ ഇറക്കണം എന്നൊക്കെ പറയുന്ന ആളുകളും വിശ്വസിക്കുന്ന ആളുകളുമാണ്. തികഞ്ഞ അന്ധവിശ്വാസികളാണ് ഈ വിഭാഗം. അതുകൊണ്ട് ഇവരെ നിങ്ങൾ ഒരിക്കലും ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശത്തിന്റെ ആളുകളായി വരിക. ഏറ്റവും മയക്കുമരുന്നിനേക്കാളും കൂടുതൽ എന്തുണ്ട് ഇവരെടുത്ത്? ഏറ്റവും വലിയ തെറ്റ് ഈ പിശാച് അസുഖം വരുത്തി പിശാച് ബാധ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരെന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കേന്ദ്രം നമുക്ക് തുടങ്ങണം. ഇവർ വലിയൊരു പണ്ഡിതണ്ട്, മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം പറഞ്ഞ എല്ലാ പള്ളികളിലും ഈ പിശാചിനെ അടിച്ചിറക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങണം. പിശാച് ആളുകൾക്ക് അസുഖം വരുത്തുമ്പോൾ അടിച്ചിറക്കുന്ന ഒരു കേന്ദ്രം. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിപ്പിച്ചു. പക്ഷെ തിരുത്തിപ്പിച്ചെങ്കിൽ അദ്ദേഹം തിരുത്തിയിട്ടുള്ളൂ, അത് അവരുടെ വിശ്വാസം തിരുത്തിയിട്ടില്ല. അത് ഞാൻ എന്തായാലും കേൾപ്പിച്ചു. തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാര ടൈം ഇവിടെയാണ്, അത് പെണ്ണുങ്ങളേക്ക് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ എവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അബ്ദുറഹ്മാൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ ഒരുത്തനെ കൊണ്ട് എവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അബ്ദുറഹ്മാൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ ഒരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ
ഹദീസിലെ പ്രയോഗം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്ന് വെച്ചാല് ഇത് അദ്ദേഹം തിരുത്തിയിട്ട് അദ്ദേഹത്തോണ്ട് തിരുത്തിപ്പിച്ചിട്ടുണ്ട്. ഈ ചെറിയ ചികിത്സക്ക് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒരു CD ഒക്കെ കൊടുത്ത് ഖുർആന്റെ 2 ആയത്തൊക്കെ ഓതിയിട്ട് ഇറക്കി പോകാനൊക്കെ പറഞ്ഞ ചെറിയ പരിപാടിയൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ട്. ഇവരുടെ വിശ്വാസം ഇതാണ്, ഈ പിശാച് അസുഖം വരുത്തും, പിശാച് കയറും, ഇങ്ങനെ ഈ പിശാച് ബാധയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇവര്. മയക്കുമരുന്നിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. കുടുംബം തന്നെ തകർന്നു പോകും, ജീവിതം തകർന്നു പോകുന്നതാണ് ഈ പിശാച് ഉപദ്രവിക്കുക. അതുപോലെ എന്തെങ്കിലും കോഴിമുട്ടയിലോ അവിടെ ഇവിടെയൊക്കെ വരച്ച് പിശാചികളെ ഏതെങ്കിലും പിശാചിന്റെ പേര് ഊഹിച്ചുകൊണ്ട് ഏതെങ്കിലും മന്ത്രവാദി പിശാചിനെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് പോയി ഉപദ്രവിക്കും, അങ്ങനെ ശരീരത്തിൽ അസുഖം ഉണ്ടാവും, അത് ഇറക്കണം. അങ്ങനെയാണ് ഇവർ ഗ്രൂപ്പ് തന്നെ ഉണ്ടായത്. അതിനുവേണ്ടിയാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടായത്. അതാണ് ഇവരുടെ ലക്ഷ്യം. മനസ്സിലായോ? ഈ ഗ്രൂപ്പ് ഉണ്ടാവാനും ഇങ്ങനെ ഉണ്ടാവാനുള്ള ലക്ഷ്യം തന്നെ ഇതാണ്. അപ്പൊ ഇവരെ നമ്മൾ മനസ്സിലാക്കണം. ഇവരെ നിങ്ങൾ എന്ത് കരുതി, ഈ ഒരുപാട് കുട്ടികൾ ഇവരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇവർ സത്യസന്ധന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവര് മഹാപരാധമായി. ഇവരെ കൂടെ പോയവർ നശിച്ചു പോകും. കാരണം അത്രയും അന്ധവിശ്വാസത്തിലുള്ളവരാണ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യരുത്, ഇവരെ വിശ്വസിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന ഇതൊരു ഇസ്ലാമിക സംഘടന ഒന്നല്ല. മുജാഹിദിന്റെ പേരെന്നെ ഇവർ ഉപയോഗിക്കാൻ പാടില്ലട്ടാ. കാരണം മുജാഹിദ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തവരല്ലട്ടാ. ഇവർ പേര് ഉപയോഗിച്ച് ഇവർ പിരിഞ്ഞു പോയത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ലേ. ജിന്നുകളോട് നേടിയാൽ ശിർക്കല്ലാത്ത ഒരു ഇനം, എല്ലാം ശിർക്കാണ്. ഇസ്ലാമിലെ നിയമപ്രകാരം വലിയ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് എല്ലെന്ന് പറഞ്ഞ് പിശാചിന് വേണ്ടി വാദിച്ച സമൂഹമാണ്. അതിനുവേണ്ടി ഇവർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാം, പിശാചിനോട് നമ്മൾ തേടിയാൽ അതെല്ലാം ശിർക്കല്ലെന്ന് വിശ്വസിക്കാൻ വേണ്ടി ഇവർ 3 സംവാദം വരെ നടത്തിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, പിശാചിന് വേണ്ടിയാണ് ഇവർ ഉണ്ടാക്കിയത്. പിശാചിന് വേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. ഈ മാരണപ്പണിയും കൂടോത്രമൊക്കെ ചെയ്താൽ പിശാചി ശരീരത്തിൽ കയറി അസുഖം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നവരാ. അപ്പൊ അതിനടിച്ചിറക്കുന്ന ആ വക പരിപാടി, ഇത് കയറി അടിച്ചിറക്കാൻ നടക്കുക, അതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ഇങ്ങനത്തെ ഒരു സംഘടനയാണ് ഇവര്. ഇവന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവർ പിശാചിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, പിശാചിനെ ആരാധിക്കുന്നവരാണെന്ന്. അത് ഇസ്ലാമിലൊരു നിയമമുണ്ട്. എന്താണെന്ന് പറയാം, ഞാനത് വളരെ ആധികാരികമായി പറഞ്ഞതാ. ഇവർ പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറയുന്നത് എന്താ, അങ്ങനെ പറയുന്നവരാണ് എന്ന് ഇവരെ പറ്റി വിധി പറയാം. ഇസ്ലാമില്ല, ഇവരെ ഫൗണ്ടേഷൻ തന്നെ ഇസ്ലാമികപരമായി അനിസ്ലാമികമാണ്. മുസ്ലിമുകളുടെ സംഘടനയെ എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? അങ്ങനെ അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റി എന്ത് പറയാം, ജിന്ന് പിശാചുക്കളോട് പ്രാർത്ഥിക്കുന്നവരെന്ന് പറയാം, ജിന്ന് പിശാചുക്കളെ പൂജിക്കുന്നവരെന്ന് പറയാം. ഇവരെ ജിന്ന് പിശാചുക്കളോട് നേടിയ ശിർക്കാകാത്ത സഹായത്തേട്ടമുണ്ട്. അത് പ്രാർത്ഥന ആണെങ്കിൽ ശിർക്ക്, പ്രാർത്ഥന അല്ലാത്തത് ശിർക്കല്ല. അപ്പൊ പ്രാർത്ഥന അല്ലാത്ത സഹായത്തേട്ടം അവരോടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതിനാണ് 3 സംവാദം ഇവർ നടത്തിയത്. അതിനാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് ഈ എല്ലാം ശിർക്കാണെന്ന് പറഞ്ഞപ്പോൾ ലെറ്റർ പേഡ് ഇവർ KNM എഴുതിയപ്പോൾ ഇവരെല്ലാം ശിർക്കല്ലെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു മതസംഘടനയാണിത്. അതാണ് വിസ്റ്റം. അവരാണ് പെരിന്തൽമണ്ണ പരിപാടി അടുത്ത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇവരെ കൂടെ ഒന്നും പോയിട്ട് ഇസ്ലാമെന്ന് പുറത്തു പോകരുത്. ഇവരെ ഇസ്ലാമിന്റെ കാര്യം മാത്രമല്ല, ജീവിതം തന്നെ പോകും. ഇവരെ ഈ അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോകും ഇവരുടെ കൂടെ പോയാൽ. ചെറുപ്പക്കാർ, കുട്ടികളെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ, ഈ സത്യം വെട്ടി തുറന്നു പറയാൻ മുജാഹിദുകൾ മാത്രമേയുള്ളൂ. ഇത് തുറന്നു പറയാൻ മടവൂർ വിഭാഗത്തിന് സാധിക്കുമോ? സാധ്യമല്ല. കാരണം അവർ എഴുതിയ പുസ്തകത്തിലെ സത്യം പോലും നിഷേധിക്കുകയാണ്. 10 വർഷങ്ങൾക്കപ്പുറം, നമ്മുടെ ചിന്ത എത്തിപ്പിടിക്കാൻ പറ്റുന്ന 10 വർഷങ്ങൾക്കപ്പുറം മടവൂർ വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പിരിഞ്ഞുപോയി. അവർ നേരത്തെ പറഞ്ഞതുപോലെ 2 ചിന്താധാരകൾ തമ്മിലുള്ള ആശയ സമരം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നടക്കുകയായിരുന്നുവെന്നും, ഒരു ചിന്താധാരയായി ഞങ്ങൾ ഇതാ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ശബാബ് എഴുതി. പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകൾ, പിളർപ്പിലുള്ള ആഹ്ലാദം, പിളർപ്പിലുള്ള സന്തോഷം. അങ്ങനെ അവർ പുറത്തു വന്നു. NMK നേരത്തെ തന്നെ 1993 തന്നെ NMK എന്ന പേരിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്തു. 99-ൽ 2000-ൽ ISM വ്യാജമായി രജിസ്റ്റർ ചെയ്തു. അപ്പോഴെല്ലാം അവർ ഇതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. മറ്റൊന്ന് രജിസ്റ്റർ ചെയ്തു വെക്കുമ്പോഴും ഉള്ളിൽ നിന്ന് കാപ്പട്യം കളിച്ചവർ 2002-ൽ ഔദ്യോഗികമായി പിരിഞ്ഞുപോയി. ആ പിരിഞ്ഞു പോയപ്പോൾ അവർ കരുതിയത് യുവജന വിഭാഗം ഞങ്ങളോടൊപ്പമാണല്ലോ. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നട്ടെല്ല് യുവജന വിഭാഗമാണ്. അവർ വിചാരിച്ചതുപോലെയല്ല സംഭവിച്ചത്. യുവജന വിഭാഗത്തിന്റെ കെട്ടുറപ്പ് കണ്ടല്ല ആളുകൾ മുജാഹിദായത്, മറിച്ച് ആദർശം കണ്ടാണ്. ആദർശം കണ്ടവർ കേരളത്തിൽ മുജാഹിദിനോടൊപ്പം ഉറച്ചു നിന്നും, ആദർശത്തോടൊപ്പം ഉറച്ചു നിന്നും. വമ്പിച്ച ഒഴുക്ക് എറണാകുളം സമ്മേളനത്തിനുണ്ടായി. അവർക്ക് മനസ്സിലായി അബദ്ധം പറ്റിയിരിക്കുന്നു, യുവാക്കളെ ഒപ്പം കിട്ടുന്നില്ല, എല്ലാവരും ആദർശത്തോടൊപ്പമാണുള്ളത്. ആ സന്ദർഭത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ജ്ഞാനമില്ലാത്ത ചില വിഷയങ്ങൾ ഗൾഫിലെ സലഫികളും മറ്റും വിശദമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ പശ്ചാത്തലത്തിൽ കൂടുതൽ പലരും പഠിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങൾ
ആ വിഷയങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ 1990-കളിൽ തന്നെ MI മുഹമ്മദ് അലി സുല്ലമിയെ പോലെയുള്ള ആളുകളും ഗൾഫ് സലഫൈസവും മുജാഹിദ് പ്രസ്ഥാനം എന്ന പുസ്തകം, ബിൻ ബാസ് പ്രസിദ്ധീകരണത്തിന്റെ പുസ്തകം, ഇങ്ങനെ പലതും കൊണ്ടുവന്ന് ഗൾഫിലെ സലഫികൾ സിഹറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ, അവർ ജിന്നുബാധയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ, അതിന് ചികിത്സയുണ്ടെന്ന് പറയുന്നവരാ, അവർ കണ്ണേറിൽ വിശ്വസിക്കുന്നവരാ. നമ്മൾ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് ഗൾഫിലെ സലഫികളും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം തമ്മിൽ രണ്ട് ധാരയിലാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒട്ടേറെ കൃതികളും ഒറ്റപ്പെട്ട പ്രഭാഷണങ്ങളും നേരത്തെ തന്നെ അവർ നടത്തി വന്നിരുന്നു. കാരണം നമുക്കതിനെ കുറിച്ച് അജ്ഞതയുണ്ട്. ആ വിഷയം അവർ പഠിപ്പിച്ചു വച്ചിരുന്നു. 2002 മുജാഹിദ് പ്രസ്ഥാനത്തിന് പിരിഞ്ഞു പോയ ഉടനെ അവർ അങ്ങ് പ്രഖ്യാപിച്ചു. 2002 ആഗസ്റ്റ് 23 ശബാബ് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? മൻഹജ് വാദം, പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പ് സാക്ഷികളായി. 2012 അല്ല, 2002 ആഗസ്റ്റ് 23. അതെ, അഥവാ ഖുർആനും സുന്നത്തും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൽ പകർത്തുന്നതിനും സ്വഹാബത്തിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന സലഫികൾ, സലഫി നഗർ, സലഫി മസ്ജിദ്, സലഫി മദ്രസ, ആ സലഫി എന്ന പദം എവിടുന്ന് കിട്ടി? ഖുർആനും ഹദീസും സ്വന്തം ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം 100 ആൾക്കാരുടെ ബുദ്ധി 100 എണ്ണമായിരിക്കും. ഏതാ ശരി? ഈ ആയത്ത് ആദ്യമായി ഓതിയ, ആദ്യമായി പ്രാവർത്തികമാക്കിയ പ്രവാചകൻ അതിനെ എങ്ങനെ മനസ്സിലാക്കി? സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കി? അതാണ് ശരിയായ ആശയം. അതാണ് സലഫുകളുടെ മാർഗം. ആ മാർഗമാണ് പിൻപറ്റേണ്ടത് എന്നും ഹുസൈൻ മടവൂരും AP അബ്ദുൽ ഖാദർ മൗലവിയും 2 വിഭാഗവും ഒന്നിച്ചൊപ്പിട്ട 2001 ജൂൺ 4 ജംഇയ്യത്തിന്റെ തീരുമാനത്തെ ഗണ്ണിച്ചുകൊണ്ട് 180 പേജുള്ള ആദർശ വ്യതിയാന പുസ്തകം ഇറക്കിയ മടവൂർ വിഭാഗം, ആ മടവൂർ വിഭാഗം KNM-നെതിരെ, AP-ക്കെതിരെ, TP-ക്കെതിരെ അവർ പിശാചിനെ ആരാധിക്കുന്നവരാണെന്ന് കൊപ്രക്കളത്തെ മുജാഹിദുകളെ അവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? 2002 ആഗസ്റ്റ് 23 TP-യുടെ മുഖത്ത് നോക്കി, AP-യുടെ മുഖത്ത് നോക്കി, മുജാഹിദ് സമൂഹത്തെ നോക്കി അവർ പറഞ്ഞു, അതെ, മൻഹജ് വാദം, പിശാച് സേവയിലേക്ക് കൂപ്പുകുത്തുന്നതിന് നാം മാപ്പു സാക്ഷികളായി. തീർന്നില്ല. 2004 മണ്ണാർക്കാട് സംവാദം, എന്റെ സഹോദരൻ മജീദ് സ്വലാഹിയുടെ ഭാഷയിൽ ഫത്ഹും മുബീൻ, വ്യക്തമായ വിജയം. അദ്ദേഹം ആ സംവാദത്തിൽ പിന്നിലിരുന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നല്ലോ. വ്യക്തമായ വിജയം, ഫത്ഹും മുബീൻ എന്ന് എന്റെ സഹോദരൻ പ്രഖ്യാപിച്ച ആ സംവാദം, മണ്ണാർക്കാട് സംവാദം, സുലൈമാൻ സഖാഫിയെ കാണാനില്ല, പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട അവസ്ഥ എത്തിപ്പോയില്ലേ? സമിതിയത്ത് തകർന്നടിഞ്ഞ ആ മണ്ണാർക്കാട് സംവാദം, ആ സംവാദം, അതിന്റെ CD കയ്യിൽ വെച്ച്, അതിന്റെ 2 ഇയർഫോൺ ചെവിയിൽ വെച്ച് ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവിയും സക്കരിയ സ്വലാഹിയുടെ മറുപടികൾ, അഹ്സനിമാർക്കുള്ള മറുപടികൾ, അത് കേട്ടാസ്വദിച്ച് മുജാഹിദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. അമ്പിച്ച ചിരിയും ആസ്വാദനവും ഉഷാറായിട്ടുണ്ട്. KJU ചേർന്ന് സക്കരിയ സ്വലാഹി അഭിനന്ദിച്ചു. നന്നായിട്ടുണ്ട് സംവാദം. ആ സംവാദത്തിൽ ഇന്ന് വിവാദമായ യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ദുർബലമായ ഹദീസ്, ഖുർആനോ സ്വഹീഹായ ഹദീസോ തങ്ങളുടെ വാദത്തിന് തെളിവില്ലെന്ന് കണ്ടപ്പോൾ, ഈ ദുർബലമായ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ എന്താണോ അഹ്ലുസുന്നത്തി വൽ ജമാഅ കഴിഞ്ഞ 200 കൊല്ലമായി പറയുന്ന മറുപടി, ആ മറുപടി അദ്ദേഹം അവിടെ പറഞ്ഞു. KJU-വിന് വേണ്ടി ഈ ഹദീസ് ദുർബലമാണ് മുസ്ലിയാരെ, പ്രമാണമെടുത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ വ്യവസ്ഥ എടുത്തു നോക്കൂ, അതിൽ പറയുന്നുണ്ട് സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റൂ. ദുർബലമാണ് ഈ ഹദീസ്. തീർന്നില്ല. ഇനി അത് സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള വിഷയത്തിന് ഇത് തെളിവല്ല, തർക്കത്തിലുള്ള ഇസ്തിഹാസക്ക് തെളിവല്ല എന്ന KJU പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി പറഞ്ഞ മറുപടി, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, ആ മറുപടി KJU അംഗീകരിച്ചു, ആ മറുപടി KNM അംഗീകരിച്ചു. ആരും ആ മറുപടി ശരിയല്ലെന്ന് പറഞ്ഞില്ല. അങ്ങനെ ആ സംവാദത്തിൽ വിജയിച്ചപ്പോൾ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, ആ മറുപടി ശരിയല്ല, അതിൽ ശിർക്കുണ്ട്, അതിൽ ആ വിളിയിൽ അഭൗതികതയുണ്ട്. ജിന്നിനെയും മലക്കിനെയും അഭൗതികമാക്കി ശിർക്കിലേക്ക് മുജാഹിദുകളെ കൊണ്ടുപോകാൻ ശ്രമിച്ച അബ്ദുസ്സലാം സുല്ലമി അന്ന് ശിർക്ക് ആരോപിച്ചു. 2004 ഈ സംവാദത്തിന്റെ തുടർച്ചയായി. ഏതുപോലെ AP വിഭാഗം, കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിൽ പോലും മണ്ണാർക്കാട് സംവാദത്തിൽ നമ്മൾ പാളിപ്പോയി എന്ന് വ്യക്തമായി പറഞ്ഞപ്പോഴും അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, മുജാഹിദുകളാ തോറ്റത്. ഏതുപോലെ മംഗലാപുരം സംവാദം കഴിഞ്ഞപ്പോൾ ആ സംവാദം EK സമസ്തക്കിടക്ക് വമ്പിച്ച വിള്ളലുണ്ടാക്കി, പൊട്ടിത്തെറിയുണ്ടാക്കി.
യാ ശൈഖ് മുഹീദ്ദീൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് വിളിക്കുന്നതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് ആ സദസ്സ് നോക്കിയാൽ മുസ്ലിയാമാരുടെ മുഖം പറയുന്നത് പോലെ പിന്നീടും പറഞ്ഞു. പക്ഷെ കായക്കൊടി പറഞ്ഞു അവിടെ മുജാഹിദുകൾ തോറ്റുപോയി എന്ന്. അതുപോലെ അന്ന് സുല്ലമി പറഞ്ഞു സക്കരിയ സ്വലാഹി തോറ്റുപോയി എന്ന്. അങ്ങനെ പറയാൻ ആളുണ്ടാകുമല്ലോ എല്ലാ കാലത്തും. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ വ്യക്തമായി 2004 പറഞ്ഞുവെങ്കിൽ 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുസലാം സുല്ലമി കാന്തപുരം വിഭാഗത്തിന്റെ തീവ്രമാസികയായ സെൻസിങ്ങിന് ഇന്റർവ്യൂ കൊടുക്കുന്നു. ആ ഇന്റർവ്യൂവിൽ പറയുന്നു, സിഹർ പലിക്കുമെന്ന AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും വിശ്വസിക്കുന്നത് അത് ശിർക്കാണ്. അതെ, സെൻസിങ്ങിന് ആവേശമായി അവർ കളറിൽ പുറംചട്ടയിൽ അബ്ദുസലാം സുലമിയുടെ ഫോട്ടോ കൊടുത്തു, കാന്തപുരത്തിന്റെ ഫോട്ടോ കൊടുക്കുന്ന അതേ സ്ഥലത്ത്. എന്നിട്ട് പറഞ്ഞു, ഇതാ ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ പ്രഖ്യാപിച്ചത്? മൗലവി വിഭാഗം മുശ്രിക്കുകൾ. അതെ, സ്വന്തം പ്രസ്ഥാനത്തിലുള്ള AP അബ്ദുൽ ഖാദർ മൗലവിയും കൂട്ടരും മുശ്രിക്കുകളാണെന്ന് അബ്ദുസലാം സുലമി അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ ആഘോഷിച്ചു ഇല്ലേ? 2007 ഏപ്രിൽ മാസത്തിലാണതെങ്കിൽ 2012 ഒക്ടോബർ 19 കോടമ്പുഴ സംവാദത്തെ അവലോകനം ചെയ്തുകൊണ്ട് ശബാബ് എഴുതി, AP വിഭാഗം മുജാഹിദുകൾ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടിയാൽ ശിർക്കാവുകയില്ല എന്ന നൂതനവാദം അവതരിപ്പിച്ചത് ഖുറാഫാത്തിന് വളമായി. അപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ AP എന്ന എനീഷ്യൽ വെച്ച് KNMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി മുശ്രിക്കാണെന്ന് മടവൂർ വിഭാഗം വ്യക്തമായി ശബാബിൽ എഴുതി. തീർന്നില്ല. ഈ 2012 ഒക്ടോബർ 19 ശബാബിന്റെ ലേഖന പേജിൽ അവിടെ കളറിൽ ഒരു ഫോട്ടോ കാണാം. CP ഉമർ സുലമി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയാണ്. അതിന്റെ പ്രസ്താവന എന്താണ്? ജിന്നുബാധ, സിഹറുബാധ പോലെയുള്ള അന്ധവിശ്വാസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഇങ്ങനെ 2002 മുതൽ 2012 ഇവിടെ പ്രശ്നം തുടങ്ങിയപ്പോഴും ശിർക്കാരോപണം അവിടെ തുടർന്നു. ഈ ശിർക്കാരോപണത്തിന് മുജാഹിദുകൾ വ്യക്തമായ മറുപടി കൊടുത്തു. KK സക്കരിയ സ്വലാഹി സംസാരിച്ചു, അനസ് മുസ്ലിയാരും ഹനീഫ് കായക്കൊടിയും അതേപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും താജുദ്ദീൻ സ്വലാഹിയും ഞങ്ങളെല്ലാവരും മടവൂർ വിഭാഗത്തിന് മറുപടി പറഞ്ഞു. എങ്ങനെയാ മറുപടി പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണ് പറഞ്ഞു പഠിപ്പിച്ചു, മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് മടവൂർ വിഭാഗത്തോട് ചോദിച്ചു, മുജാഹിദുകളിൽ ആരെങ്കിലും ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു ക്ലിപ്പിന്റെ കഷണം നിങ്ങൾക്ക് കാണിച്ചു തരാമോ? മുജാഹിദുകളിൽ ആരെങ്കിലും ജിന്നുകളോട് പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന് പറഞ്ഞ ഒരു ലേഖനത്തിന്റെ ഒരു വരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ഇന്നുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 275-ാമത്തെ ആയത്ത്, ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്, പലിശ തിന്നുന്നവർ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുമെന്നവർ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത്. 114-ാം അധ്യായം സൂറത്തുൻ നാസിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവി പോലും എടുത്തുകൊടുത്ത ഹദീസ്, ബുഹാരി മുസ്ലിം ഹദീസ്. അതെ, പിശാച് മനുഷ്യന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നു. രക്തം ശരീരത്തിനകത്തോ പുറത്തോ? നാം ചോദിച്ചു. തീർന്നില്ല. മടവൂർ വിഭാഗത്തിന് നാം ശബാബ് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. പിലാത്തറ മുജാഹിദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ബിലാൽ ഫിലിപ്സ്, അദ്ദേഹം എങ്ങനെയാ ഡോക്ടറായത്? അദ്ദേഹത്തിന്റെ പഠന വിഷയം, ഡോക്ടറേറ്റിന്റെ വിഷയം ജിന്നുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ, മടവൂരികളിൽ നിന്ന് കടമെടുത്ത ഭാഷയിൽ അദ്ദേഹം ജിന്നൂരിയായിരുന്നു എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെ കൊണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് അല്ലേ? അദ്ദേഹത്തിന്റെ ലേഖനം CM മൗലവി ട്രാൻസ്ലേറ്റ് ചെയ്തു. അന്ധവിശ്വാസം ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ? കഥയിൽ ചോദ്യമില്ല. എന്നിട്ട് ശബാബ് പ്രസിദ്ധീകരിച്ചു. 2001 ഡിസംബർ 14 ശബാബ് ജനങ്ങളെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? അതെ, മനുഷ്യനെ എല്ലാ ഭാഗത്തുനിന്ന് കാണുകയും അതുപോലെ അവരിൽ പ്രവേശിച്ച് അവന്റെ ചിന്തയെയും മനസ്സിനെയും സ്വാധീനിച്ചും കബളിപ്പിച്ചും തെറ്റായ വിശ്വാസം ജനിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടുകാരനെയാണ് മേൽവചനങ്ങൾ അനാവരണം ചെയ്യുന്നത്. പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും. 2001 ഡിസംബർ 14 ശബാബ് 10 കൊല്ലങ്ങൾക്ക് മുമ്പ്
അനസ് മൗലവി വായിച്ചു ഇത്, കായക്കൊടി വായിച്ചു ഇത്, സക്കരിയ സ്വലാഹി, മുജാഹിദ് ബാലുശ്ശേരിയും ഞങ്ങളൊക്കെയും വായിച്ചു ഇത്. അന്ധവിശ്വാസമാണോ മടവൂർ വിഭാഗത്തിന്റെ സുഹൃത്തുക്കളെ എന്ന് ചോദിച്ചു. തീർന്നില്ല. വിഭ്രാന്തി, ഉന്മാദം, ഭയം, വ്യാധികൾ തുടങ്ങി നിരവധി ഭവിഷ്യത്തുകൾ പിശാച് ഇബ്ലീസ് ഉണ്ടാക്കി തീർക്കും. വ്യാധികൾ എന്ന് പറഞ്ഞാൽ രോഗമുണ്ടാക്കും പിശാച്. ശബാബ് പറഞ്ഞു, വെറുതെ പറഞ്ഞതല്ല, ട്രാൻസ്ലേഷൻ എടുത്തു കൊടുക്കുകയാണ്. CM മൗലവി ഇതവരോട് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇത് അന്ധവിശ്വാസമാണോ? ഇത് ശബാബ് പഠിപ്പിച്ചതല്ലേ? വീണ്ടും എടുത്തു. KNM-ന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് KM മൗലവിയുടെ ഫത്വകൾ 2008 മടവൂർ വിഭാഗത്തിന്റെ പണ്ഡിത സംഘടനയുടെ സെക്രട്ടറിയായ CP ഉമർ സുല്ലമി സൂക്ഷ്മതയോടുകൂടിയുള്ള ഫത്വകൾ എന്ന് ആമുഖം എഴുതിയ 2008 പിരിഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞ് യുവത പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിന്റെ 18ാമത്തെ പേജിൽ എന്താ പറഞ്ഞത്? എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. പിശാചുബാധയുണ്ട്, KM മൗലവി. സിഹിർ ബാധയുണ്ട്, KM മൗലവി. അതിന് ചികിത്സയുണ്ട്, KM മൗലവി. എന്തുകൊണ്ടാ ചികിത്സിക്കേണ്ടത്? ജാറത്തിലേക്ക് പോകല്ല വേണ്ടത്, പണിക്കരെടുത്തും തങ്ങളെടുത്തും പോവല്ല വേണ്ടത്, പകരം സിഹിർ ചെയ്യിപ്പിക്കല്ല വേണ്ടത്. അതൊക്കെ കുഫറാകുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഖുർആനിലെ ആയത്തുകൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട്. ആരാ പറഞ്ഞത്? KM മൗലവി. നാം ചോദിച്ചു മടവൂർ വിഭാഗത്തോട് 2007, 2005, 2008 KM മൗലവി മുശ്രിക്കാണോ? യുവത അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? CP ഉമർ സുല്ലമി അന്ധവിശ്വാസത്തിന് ആമുഖം എഴുതുന്ന ആളാണോ? നാം ചോദിച്ചു. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ 113-ാം അധ്യായം സൂറത്ത് ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ സിഹിറിനെ നിഷേധിക്കുന്നത് മുത്തസില വിഭാഗക്കാരാണെന്ന് പറഞ്ഞിട്ടില്ലേ? അവർക്കൊന്നും പറയാൻ സാധിച്ചില്ല. പത്തി മടക്കി മടവൂർ വിഭാഗം രംഗം വിടേണ്ടി വന്നു. അവർ രംഗം വിടേണ്ടി വന്നു. ഈ തരത്തിലെത്തിയ ആ വിഷയം 2011 2011 സംഘടനാ തെരഞ്ഞെടുപ്പ് KNM-ൽ വന്നപ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലും 2 ചിന്താധാര ഉണ്ടായിരുന്നു. ഒന്ന്, മാതൃസംഘടനയോടൊപ്പം നിൽക്കണല്ലോ, KNM-നൊപ്പം നിൽക്കണല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ നിന്നിരുന്നു. വേറെ കുറച്ച് ആൾക്കാർ മാതൃസംഘടന ആയതുകൊണ്ട് മാത്രല്ല, ഹക്ക് ഇവിടെയാണുള്ളത്, അതുകൊണ്ട് ഇതിനോടൊപ്പം നിൽക്കണം. ഈ 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ വിഷയങ്ങൾ ചർച്ചക്ക് വന്നു. സിഹിർ വലിക്കുകയോ? സംസ്ഥാന സെക്രട്ടറിയായ EK ഇബ്രാഹിം കുട്ടി മൗലവിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. സംസ്ഥാന സെക്രട്ടറി കാണും, പക്ഷേ സിഹിർ വലിക്കേ. അദ്ദേഹം പറഞ്ഞത് ഖുർആൻ ആയത്തിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹം തുറന്നങ്ങ് പറഞ്ഞു, ഇരുവേറ്റി തുറന്നു പറഞ്ഞു. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി തുറന്നു പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നല്ലോ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞിയും. അബ്ദു ആവേശം കൊണ്ടു, KV അബ്ദുൽ ലത്തീഫ് മൗലവി ആവേശം കൊണ്ട്, സിഹിർ വലിക്കൂല, ജിന്നുബാദൊന്നുമില്ല. പച്ചയായ ഖുർആൻ നിഷേധവും ഹദീസ് നിഷേധവും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഭാരവാഹികൾ പോലും പറയുന്ന അവസ്ഥയെത്തി. ഇവരെ തിരുത്തി കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ അറിയാവുന്ന അബ്ദുറഹിമാൻ സലഫി അദ്ദേഹം പറഞ്ഞു, ഉഷാറായി പറഞ്ഞോളൂ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, പിന്നിൽ നോമുണ്ട്, ഞാനുണ്ട് പിന്നിൽ, ധൈര്യമായി പറഞ്ഞോളൂ. അദ്ദേഹത്തിന് അറിയില്ലേ ജിന്നുബാധയുണ്ടെന്ന്? അദ്ദേഹത്തിന് അറിയില്ലേ സിഹിർ ബാധയുണ്ടെന്ന്? അത് നിഷേധിക്കുന്നവരാണ് ഇവരെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഈ നിഷേധികൾ കേണി വെച്ചു കൊടുത്തു, അവർക്ക് സകല സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. കേവല സംഘടനാ താല്പര്യം, കേവല സംഘടനാ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കാരണം അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 21/6/2011 പുളിക്കൽ മദീനത്തുൽ അറബി കോളേജിൽ PN അബ്ദുൽ ലത്തീഫ് മൗലവിയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്ന KNM-ന്റെ സെക്രട്ടറിയും നേതൃത്വം നൽകിക്കൊണ്ട് ഒരു ചർച്ച നടന്നു. ജിന്നുബാധ റുഖിയ ശറയ്യ എന്ന വിഷയത്തിലായിരുന്നു ചർച്ച. ആ ചർച്ചയിൽ 10 പണ്ഡിതന്മാർ ഒപ്പുവെച്ചു. ആ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ്? C കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, PN അബ്ദുൽ ലത്തീഫ് മദനി, M അബ്ദുറഹിമാൻ സലഫി, ഡോക്ടർ KK സക്കരിയ സ്വലാഹി, അബൂബക്കർ സലഫി, ഹനീഫ് കായക്കൊടി, ഷമീർ മദീനി, ഷംസുദ്ദീൻ പാലത്ത്, ഹംസ മദീനി, അഹമ്മദ് അനസ് മൗലവി. ഇവരെല്ലാവരും ഒപ്പുവെച്ചു. ഈ 10 പണ്ഡിതന്മാർ ഒപ്പുവെച്ച തീരുമാനങ്ങൾ എന്താ? ജിന്നുബാധയുണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. അബ്ദുറഹ്മാൻ സലഫി ഒപ്പ്, സക്കരിയ സ്വലാഹി ഒപ്പ്. പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാവാം. അബ്ദുറഹ്മാൻ സലഫി ഒപ്പ്, സക്കരിയ സ്വലാഹി ഒപ്പ്.
ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സയോടൊപ്പം റുഖിയ ശർഇയ്യ ചെയ്യാവുന്നതാണ്. എല്ലാ തീരുമാനത്തിനും എല്ലാവരും ഒപ്പുവെച്ചു. അന്ധവിശ്വാസമാണെങ്കിൽ ഒപ്പുവെക്കാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിന് വിഷയം അറിയാം. പക്ഷേ സംഘടനക്കുള്ളിൽ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെയാണ് സംഘടനയിൽ പ്രശ്നമുണ്ടാക്കുന്ന സംഘടനാ ചരിത്രത്തിലെ കറുത്ത പുള്ളിയായിക്കൊണ്ട് 5/6/2011 CD ടവറിൽ ഒരു ഗ്രൂപ്പ് യോഗം ചേരുന്നു. ആ ഗ്രൂപ്പ് യോഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് അബ്ദുറഹിമാൻ സലഫിയും നൂർ മുഹമ്മദ് നൂർഷയും പാലത്ത് അബ്ദുറഹിമാൻ മദനിയെ പോലെയുള്ള ആളുകളാണ്. ആ യോഗത്തിൽ എറണാകുളത്ത് നിന്ന് ആളുകളുണ്ട്, വയനാട്ടിൽ നിന്നുണ്ട്, മലപ്പുറം വെസ്റ്റ് നിന്ന്, ഈസ്റ്റ് നിന്ന്, കോഴിക്കോട് നിന്നുണ്ട്, കണ്ണൂരിൽ നിന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രം ഒരു യോഗത്തിൽ എത്തിച്ചേരുന്നു. ആ യോഗം 5/6/2011 അവിടെ ചേരുന്ന സന്ദർഭത്തിൽ ISMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് CD ടവറിൽ നടക്കുന്നുണ്ട്. അവർ ഈ യോഗം കണ്ടു. ഈ യോഗം കണ്ടപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി ചേംബറിൽ ഇരിക്കുന്നുണ്ട്. അവർ പോയി APയോട് ചോദിച്ചു, അല്ല സർ, ഇവിടെ എന്തോ ഒരു യോഗം നടക്കുന്നത്, സാധാരണ ഇല്ലാത്തൊരു യോഗമാണല്ലോ ഇത്. AP അബ്ദുൽ ഖാദർ മൗലവി എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ റൂമിൽ നോക്കിയാൽ കാണുന്ന അപ്പുറത്താണ് മെയിൻ ഹാളിൽ ആ യോഗം നടക്കുന്നത്. AP പറയുന്നു എനിക്കറിയില്ല. തീർന്നില്ല. ISMന്റെ ട്രഷററായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാനോട് AP പറഞ്ഞു, നിങ്ങൾ TP ഒന്ന് വിളിച്ചേക്കൂ. ഹബീബ് റഹ്മാൻ താഴെ ഇറങ്ങി TP അബ്ദുള്ള കോയ മദനിയെ വിളിച്ചു. സർ, ഞാൻ AP പറഞ്ഞിട്ടാ വിളിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു യോഗം നടക്കുന്നുണ്ട്. TP പറഞ്ഞു എനിക്കറിയില്ല. ഗൗരവം കൂടിയില്ലേ? തീർന്നില്ല. 5/6/2011 ഈ മീറ്റിംഗ് നടക്കുന്നതെങ്കിൽ 8/6/2011 ISMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം അതിന്റെ വൈസ് പ്രസിഡന്റായ ഇപ്പോൾ ശിർക്കാരോപകരോടൊപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി എഴുതുകയും ചെയ്യുന്ന ഡോക്ടർ സുൽഫീഖർ അലി അടക്കം ISMന്റെ സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സ് TP അബ്ദുള്ള കോയ മദനിയാകുന്ന KNMന്റെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയി. TP അബ്ദുള്ള കോയ മദനിയുടെ വീട്ടിലേക്ക് ആരും പോവില്ല. TP അബ്ദുള്ള കോയ മദനി എന്ന KNMന്റെ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് പോയി. സർ, ആ യോഗത്തെ പറ്റി പറയാനാ ഞങ്ങൾ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഈ പോക്ക് ശരിയില്ല. അബ്ദുറഹിമാൻ സലഫിയുടെ ഈ പോക്ക് ശരിയില്ല. സംഘടനാ ആസ്ഥാനത്ത് ഗ്രൂപ്പ് യോഗം വിളിക്കുന്ന ഈ പോക്ക് ശരിയില്ല എന്ന് TP അബ്ദുള്ള കോയ മദനി ISM സെക്രട്ടേറിയറ്റ് മെമ്പർമാരോട് വ്യക്തമായി പറഞ്ഞു. ആ യോഗത്തിൽ വെച്ച് ആ യോഗത്തിന്റെ ഫുൾ CD പുറത്തായി. കാരണം ആ യോഗത്തിലും മുജാഹിദുകൾ ഉണ്ടായിരുന്നു. ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നവർ ഉണ്ടായിരുന്നു. അവരത് പുറത്തുവിട്ടു. അവിടെ എന്താ ചെയ്തത്? മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ഗൂഢസംഘം KKP അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ട് എന്ന് പിന്നീട്, അഥവാ 28/10/2011 നിലമ്പൂരിൽ വെച്ച് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ച KKP അബ്ദുള്ളയും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും ആ KKP അബ്ദുള്ള പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് മടവൂർ വിഭാഗത്തിന്റെ ആശയം കടമെടുത്തുകൊണ്ട് എഴുതിയ മഞ്ഞ പുസ്തകം, ആ മഞ്ഞ പുസ്തകത്തെ 9/9/2011 ശബാബ് പ്രശംസിച്ചു. നന്നായിട്ടുണ്ട്, പുസ്തകം ഉഷാറായിട്ടുണ്ട്. ആരുടെ പുസ്തകം? KNMന്റെ ഉള്ളിൽ നിന്ന് ഒരുത്തൻ എഴുതിയ പുസ്തകം ഉഷാറായിട്ടുണ്ട്. തങ്ങൾ വിട്ട ചാരന്റെ പുസ്തകമാണത്. അങ്ങനെ ചാരൻ എന്ന് പറയുന്ന ആ KKP അബ്ദുള്ളയെ ശാഖയിൽ നിന്നും മണ്ഡലത്തിൽ നിന്നും തളിപ്പറമ്പുകാർ പുറത്താക്കിയിട്ടുണ്ട്. 28/1/11 തളിപ്പറമ്പ് ശാഖ ISM-ഉം 2011 ISM മേഖലാ കമ്മിറ്റിയും മടവൂർ വിഭാഗത്തിന്റെ CD ശാഖയിൽ വിതരണം ചെയ്ത് പിടിക്കപ്പെട്ടതുകൊണ്ട് ഐകകണ്ഠേന പുറത്താക്കുകയും മേൽ കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആ KKP അബ്ദുള്ള അബ്ദുറഹിമാൻ സലഫിയുടെ ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. അവന്റെ സഹായികളാണെന്ന് KJU പറഞ്ഞവരും ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. KKPയുടെ ശക്തമായി എതിർക്കുന്ന അനസ് മൗലവിയും ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. അതേപോലെ തന്നെ കായക്കൊടിയും ഗ്രൂപ്പ് യോഗത്തിലുണ്ട്. വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ കേൾക്കാറില്ലേ? ഇത് രണ്ടും കൂടി യോജിപ്പിക്കുന്ന പണിയായിരുന്നു അബ്ദുറഹിമാൻ സലഫിക്ക്. ആദ്യ ഭാഗത്ത് KKP അബ്ദുള്ള CD പുറത്തായി. നിഷേധിക്കാൻ ഇനി ആർക്കും സാധ്യമല്ല. നിഷേധിച്ചാൽ CD അങ്ങ് ഫുള്ള് പുറത്തു വരും. ആദ്യ ഭാഗത്ത് KKP അബ്ദുള്ള അനസ് മൗലവിക്കും അതേപോലെ തന്നെ കായക്കൊടിക്കുമെതിരെ ശക്തമായി സംസാരിക്കുന്നു. യാ ഇബാദല്ലാഹ് അഈനുനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ടും ഇസ്ലാഹിലെ ലേഖനവുമായി ബന്ധപ്പെട്ടും അതിൽ ശിർക്കുണ്ടെന്ന് വാദിക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായും അനസും അനീഫും പ്രതികരിക്കുന്നു, ശക്തമായി പ്രതികരിക്കുന്നു, ബഹളമുണ്ടാകുന്നു. ഈ സന്ദർഭത്തിൽ സലഫി എഴുന്നേൽക്കുന്നു. എന്താ കാര്യം? തന്റെ മുന്നേറ്റുള്ള പോക്കിൽ ഈ KKP കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഈ രണ്ടെണ്ണത്തിന് ഒപ്പം കിട്ടണം. അതിനെന്ത് ചെയ്തു? KKP അബ്ദുള്ളക്കെതിരെ അബ്ദുറഹ്മാൻ സലഫി സംസാരിക്കുന്നു. എന്താ പറയുന്നത്? ഞാനും വായിച്ചിട്ടുണ്ട് ഇസ്ലാഹ്, അത് ശിർക്കാണെന്ന് പറയാൻ വലിയ പ്രയാസാണ്, അത് ശിർക്കിലേക്ക് എത്തുന്ന വിളിയാണ്. അതാ സഹോദര വസീലത്ത് ശിർക്കിലേക്ക് എത്തുന്ന വിളിയാണ്. കാല അബ്ദുറഹ്മാൻ സലഫി 5/6/2011 CD ടവറിൽ വെച്ച് അത് ശിർക്കിലേക്ക് എത്തുന്ന വിളിയാണ്, ശിർക്കാന്ന് പറയാൻ പ്രയാസാണ്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, ലാബ് ടെക്നീഷ്യന്റെ പണിയെടുക്കണ്ട, അത് അങ്ങനെ അങ്ങ് തെളിയിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം KKPക്ക് മറുപടി പറഞ്ഞ് അനസിനെ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല, സക്കരിയ ശരിയാക്കണം, നമ്മൾ ഒന്നിച്ചു നീങ്ങണം. രണ്ടും കൂടി ഒന്നായി പരസ്പരം കൈയെടുത്ത് കുട്ടികൾ അങ്ങനെ പറഞ്ഞു പോയതാണ് KV. അത് സാരല്ല എന്ന് വേറെ കുറച്ച് ആൾക്കാർ. അങ്ങനെ അവിടെ വെച്ചൊരു യോജിപ്പുണ്ടായി. ആ ചരിത്ര പ്രധാനമായ കറുത്ത പുള്ളിയുടെ ദിവസമാണ് 5/6/2011. ഇതിന് സമാനമായ ഒരു ദിവസം മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. 29/10/1993 KP മുഹമ്മദ് മൗലവിക്കെതിരെ പടനയിച്ചുകൊണ്ട് അസ്ഗർ അലി എന്ന് പറയുന്ന അന്നത്തെ അബ്ദുറഹ്മാൻ സലഫി മേപ്പയ്യൂർ സലഫി കോളേജിൽ വെച്ച് KNM-നെതിരെ ഗ്രൂപ്പ് യോഗം ചേർന്ന ഡേറ്റ് ആയിരുന്നു 1993. അതിന് സമാനമായ മീറ്റിംഗ് നടക്കുന്നത് CD ടവറിലാണ്. ആ ഗ്രൂപ്പ് യോഗത്തോടുകൂടി ഇനി നമ്മൾ അവിടുന്ന് തീരുമാനിക്കുകയാണ്, KJUവിന്റെ പേരിൽ എല്ലാ ജില്ലയിലും പരിപാടി നടത്തണം. KKP തീരുമാനിക്കുന്നത്, KV അബ്ദുൽ ലത്തീഫ് മദനിയാ തീരുമാനിക്കുന്നത്. ഈ KJUവിന്റെ പേരിൽ ആദർശ വിശദീകരണം നടത്തണം എന്ന് തീരുമാനിക്കുന്ന യോഗത്തിൽ മുഹമ്മദ് മദനിയില്ല. മുഹമ്മദ് മദനിയും ഗ്രൂപ്പ് യോഗത്തിന്റെ തീരുമാനം നടപ്പാക്കുക എന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹം ചെയ്യേണ്ടതില്ല. ആ തരത്തിലായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, 1/9/2012 1/9/2011 ഈ പ്രദേശത്ത് ആദർശ വിശദീകരണം നടന്നു. എന്തേ കാര്യം? 2/9/2012 കോഴിക്കോട്ട് KNM-ന്റെ സ്റ്റേറ്റ് കൗൺസിലാ. അവിടെ സംഘടന പിടിക്കണം. അതിനുവേണ്ടിയായിരുന്നു ഇവിടെ നടന്ന രാത്രി 2 മണി വരെ നീണ്ടുനിന്ന വിശദീകരണം. ഓർമ്മയില്ലേ? കൗൺസിലിന്റെ തലേ ദിവസം, അതിന്റെ തലേ ദിവസം എടവണ്ണ, അതിന്റെ തലേ ദിവസം കോഴിക്കോട് ജില്ലയിലെ മണ്ണിൽക്കടവ് 29, 30, അതുപോലെ തന്നെ 1-ാം തീയതി. ഈ 3 എണ്ണം കഴിഞ്ഞപ്പോ സംസ്ഥാന കൗൺസിൽ ശിർക്കിലേക്ക് പോയി, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. കാരണവന്മാരൊക്കെ ബേജാറായി. AP കളവ് പറയില്ലല്ലോ, TP കളവ് പറയില്ല ഉണ്ടാകും, അതുകൊണ്ട് വരെ ഒന്നിനെ കൊണ്ടുവരണ്ട, നമുക്ക് പിടിച്ചെടുക്കണം KNM-നെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 1/9/2012 ഈ പ്രദേശത്ത് നടന്ന വിശദീകരണത്തിന്റെ CD പുറത്തിറക്കാമോ? ജനങ്ങളോട് പറയാൻ പറ്റിയതാണെങ്കിൽ പുറത്തിറക്കാമല്ലോ. കേവലം വോട്ട് കിട്ടാൻ വേണ്ടി മടവൂർ വിഭാഗം ഉന്നയിച്ച സകല കളവുകളും സ്വന്തം അണികൾക്കെതിരെ പറഞ്ഞ 1/9/2012 ഈ പ്രദേശത്ത് വെച്ച് നടന്ന ആ വിശദീകരണത്തിന്റെ CD എന്ത് പുറത്തിറക്കാത്തത്? പുറത്തിറക്കിയാൽ അത് തിരിച്ചെടുക്കുമെന്നറിയാം. അപ്പോൾ ഇലക്ഷന് വേണ്ടി, കേവല സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു അന്നത് ചെയ്തിരുന്നത്. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ ഈ ജിന്ന് സിഹർ വിഷയങ്ങൾ, മടവൂർ വിഭാഗം ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങനെ തന്നെ കടമെടുത്തുകൊണ്ട് TP അബ്ദുള്ളക്കോയ മദനി കോഴിക്കോട് വെച്ച് പറയുകയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച വന്നു. നിങ്ങൾ ഗൗരവം മനസ്സിലാക്കണമെന്ന്. കാരണവന്മാര് ബേജാറായി. TP അല്ല ഈ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച വന്നു. ക്ലിപ്പുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, ആ വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരി TPയുടെ റൂമിൽ പോയി ISM-ഉം MSM-ഉം TPയെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തു. TP പറഞ്ഞു, ധിക്കാരികൾ എന്നെ ചോദ്യം ചെയ്യുന്നുവോ? ആഹാ, എന്താ മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചത്? എന്താ ISM MSM ചോദിച്ചത്? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഏതാണ് ആ മീറ്റിംഗ്? എവിടെ വെച്ചാ മീറ്റിംഗ് നടന്നത്? ആ മീറ്റിംഗിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ആരാ വാദിച്ചത്? അവരെ ഞങ്ങൾ ശരിയാക്കും, അവരെ ആദർശപരമായി ഞങ്ങൾ കൈകാര്യം ചെയ്യും
ടി പിക്ക് പറയാൻ കഴിഞ്ഞോ? ഇല്ല. ടി പിന്റെ മനസ്സിലുണ്ട്, ചെങ്ങായിമാരെ നിങ്ങൾ ഉണ്ടായിട്ടില്ല, ഞാൻ ഇലക്ഷന് വേണ്ടി പറഞ്ഞതാ, അത് പറയാൻ പറ്റുമോ? ടി പി ധിക്കാരം, എന്റെ മേലെ കൈ ചൂണ്ടി, കൈയല്ല ചൂണ്ടുക അറിയോ. അതല്ലാതെ ടി കെ അഷ്റഫോ താജുദ്ദീൻ സ്വലാഹിയോ കഴിഞ്ഞ 10 വർഷക്കാലം MSMനും ISM നേതൃത്വം കൊടുത്ത ആളുകൾ സർ എന്നല്ലാതെ ടി പിയെ വിളിച്ചിട്ടില്ല. ടി പി അബ്ദുള്ള കോയ മദനി അദ്ദേഹം ഹാർട്ട് ഓപ്പറേഷൻ വിധേയമാകുമ്പോ ഹറമിലേക്ക് വിളിച്ചു പറഞ്ഞു, ഹറമിൽ പോയി പ്രാർത്ഥിക്കൂ നമ്മുടെ ടി പിക്ക് വേണ്ടി എന്ന് പറഞ്ഞവരാണ് ISMകാർ, എന്ന് പറഞ്ഞവരാണ് യഥാർത്ഥ MSMകാർ. പക്ഷേ ആ ടി പി അബ്ദുള്ള കോയ മദനി കേവലം ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ഇലക്ഷന് വേണ്ടി ഇത് പറഞ്ഞപ്പോൾ എന്നാണ് ആ മീറ്റിംഗ് എന്ന് ചോദിക്കാൻ പാടില്ലെന്നോ? ഇത് ത്വരീഖത്ത് പ്രസ്ഥാനമല്ല. ഇത് ഒരിക്കലും നേതാവിനെ കണ്ണും ചുമ്മി അംഗീകരിക്കുന്ന പ്രസ്ഥാനമല്ല. അതല്ലാത്തൊരു ധിക്കാരവും ചെയ്തു എന്ന് അദ്ദേഹത്തിനും പറയാൻ സാധിക്കുന്നില്ലല്ലോ. CD ടവറിൽ വെച്ച് മുജാഹിദ് ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നപ്പോ ആ ചർച്ചയിൽ ഐക്യത്തെ എതിർത്തുകൊണ്ട് അബ്ദുറഹിമാൻ സലഫിയും ഐക്യത്തെ അനുകൂലിച്ചുകൊണ്ട് നേതൃത്വം നിന്നപ്പോൾ അബ്ദുറഹിമാൻ സലഫിയുടെ ചീത്ത കേട്ട് APയും TP എന്താ പറഞ്ഞത്? കഴിഞ്ഞ 10 കൊല്ലം കുട്ടികളെടുത്ത് നിങ്ങൾ ഞങ്ങൾ കേട്ടിട്ടില്ല. മനസ്സിലായോ? കഴിഞ്ഞ 10 കൊല്ലം കുട്ടികളെടുത്തുനിന്ന് ഞങ്ങൾ ഇത് കേട്ടിട്ടില്ല. അമ്മാതിരി വർത്താനം അബ്ദുറഹിമാൻ സലഫി ഞങ്ങൾ പറഞ്ഞു കളഞ്ഞത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ താല്പര്യം നിങ്ങളെതിരെ നിന്നാലും അത് തന്നെ കേൾക്കും. നിഷേധിക്കാമോ? നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് TP അബ്ദുള്ള കോയ മദനി ഇതേപോലുള്ള പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ വന്നാൽ ഉടൻ അബ്ദുറഹിമാൻ സലഫി ഹനീഫും വരും. അത് ഉള്ളിലുള്ള ഒരു യുദ്ധമാണ്. അത് എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെ വളരെ വ്യക്തമായും കൃത്യമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ തകർക്കുന്ന നിലപാടുകളുമായി അവർ മുന്നോട്ട് പോയി. 5/10/2011 സംയുക്ത കൗൺസിൽ, നമുക്കെല്ലാവർക്കും അറിയാം, എടവണ്ണയിൽ നടന്ന സംയുക്ത കൗൺസിൽ. ആ സംയുക്ത കൗൺസിൽ റെക്കോർഡ് ചെയ്യുകയും ആ സംയുക്ത കൗൺസിലിന്റെ CD പുറത്തുവിടുകയും ചെയ്തു. 5/10/2011 ഒരു സംസ്ഥാന കൗൺസിൽ ചേർന്ന് ആ കൗൺസിൽ റെക്കോർഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. എന്താ അതിൽ TP പറഞ്ഞത്? മടവൂർ വിഭാഗം പറഞ്ഞ അതേ ആരോപണം. എന്താ പാലത്ത് പറഞ്ഞത്? മടവൂർ വിഭാഗം പറഞ്ഞ അതേ ആരോപണം. ആ CD പുറത്തേക്ക് വിട്ടു. നിങ്ങൾ ശ്രദ്ധിക്കുക, 5/10/2011 എടവണ്ണയിൽ ചേർന്ന സംയുക്ത കൗൺസിൽ കഴിഞ്ഞ് ഈ CD പുറത്തിറങ്ങിയപ്പോൾ APക്ക് ഫോൺ പോയി, TPക്ക് പോയി, മദനിക്ക് പോയി. അല്ല സർദ എങ്ങനെയാ പുറത്തിറങ്ങിയത്? ആ കൗൺസിലിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കത്ത് കൊണ്ടുവരണം. ഇതൊരു ഭയങ്കര സെക്യൂരിറ്റി. ഒപ്പിട്ട് കത്തുണ്ടോ? കത്തവിടെ കേട്. ഇതൊക്കെ എന്തിനാ? സംഘടനയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ടല്ലേ, അത് റെക്കോർഡ് ചെയ്ത് നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പൊ എന്തിനാ ഈ കത്തൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്? നാം മുതലക്കുളം മൈതാനിൽ നടത്തിയ പോരായിരുന്നോ ഈ കൗൺസിൽ? മനസ്സിലായില്ലേ? അപ്പോൾ TPയോട് ചീഫ് എനിക്കറിയില്ല, AP വളരെ മോശമായി പോയി. അതുപോലെ മദനി പറഞ്ഞു, ആരാ അബ്ദു അങ്ങനെ ആയിരിക്കും ചെയ്തത്, വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ ആ ഈ ഫോൺ റെക്കോർഡ് ചെയ്യാന്നുള്ളത് നേതൃത്വം പഠിപ്പിച്ചത്. മുജാഹിദ് ബാലുശ്ശേരിയെ CD ടവറിൽ വെച്ച് വിചാരണ ചെയ്തപ്പോ ആ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ മുജാഹിദ് ബാലുശ്ശേരി താൻ ഇരിക്കുന്ന ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് ഒരു മൊബൈൽ, ഒരു സാംസങ് മൊബൈൽ റെക്കോർഡ് ചെയ്യാണ്. ഏത് നേതൃത്വം വിളിച്ചതാ. അതേ നേതൃത്വത്തിന്റെ കീഴിലിറങ്ങുന്ന വിജിലൻസ് പറയാണ്, ഫോണ് പറയാണ്ട് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്കൊഴികെന്നും കൂടി എഴുതേണ്ടി വരും. ഞങ്ങൾക്കൊഴികെ എഴുതേണ്ടി വരില്ലേ? മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ വിചാരണ മുഴുവൻ റെക്കോർഡ് ചെയ്യാണ്, അവിടെ ഓൺ ചെയ്ത് വെക്കുകയാണ്. അത് മാതൃകയാക്കി ഏതോ പ്രവർത്തകർ APയുടെ ഫോൺ റെക്കോർഡ് ചെയ്തു. CD ഇറങ്ങിയത് വളരെ മോശമായി പോയി. പാലത്തിന്റെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തു. MMതിന്റെ ഫോൺ റെക്കോർഡ് ചെയ്തു. വളരെ മോശമായി പോയി. പിന്നെ അവരെന്നെ പറഞ്ഞു, എന്താ കുഴപ്പം? ഞമ്മക്ക് ഉള്ളിലും പുറത്തൊന്നല്ല പറയാനുള്ളത്. കാരണം അബ്ദുറഹിമാൻ സലഫി കണ്ണുരുട്ടി, ന്യായീകരിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. ഓക്കെ എന്താ കുഴപ്പം? TP എന്താ കുഴപ്പം? സലഫി MMതിന് എല്ലാ ഒരു കുഴപ്പമില്ല, CD നിൽക്കാതിന് ഒരു കുഴപ്പമില്ല. 5/10/2011 ഈ സംയുക്ത കൗൺസിലിൽ വെച്ച് മടവൂർ വിഭാഗത്തിന്റെ ആശയം അങ്ങനെ തന്നെ ഛർദിച്ച ആ CD വിതരണമാണ്. 2 കേന്ദ്രങ്ങളിൽ ഒരേ പ്രവർത്തനം, 1 മാസം. CD ടവറിൽ ഈ സംയുക്ത കൗൺസിലിന്റെ CD റെക്കോർഡ് ചെയ്തത് ഉള്ളിലൂടെ തങ്ങളുടെ അണികളിലേക്ക് പ്രൊഫസർ അബ്ദുവിന്റെ നേതൃത്വത്തിൽ അബ്ദുറഹിമാൻ സലഫിയുടെ ഒത്താശയോടുകൂടി താഴോട്ട് പോകുന്നു ഈ CDകൾ മഞ്ഞ പുസ്തകത്തോടൊപ്പം. എന്നാൽ മർക്കസ് ദവയിലോ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ KNM സംയുക്ത കൗൺസിലിന്റെ CD ഇങ്ങനെ 25 വീതം കെട്ടാക്കി വെച്ചിട്ടുണ്ട്, ഓരോ മണ്ഡലത്തിലും കൊടുക്കാൻ. 2 സ്ഥലത്തും ഒരേ പണി. CD ടവറിലും
മർക്കസ് ദഅവയിലും ഒരു മാസക്കാലത്തെ ദഅവാ പ്രവർത്തനം 1 ശിർക്കാരോപണത്തിന്റെ CD വിതരണം ചെയ്യാ. 2 സ്ഥലത്ത് ഒരേ പ്രവർത്തനം നടന്നില്ലേ? മഞ്ഞബുക്കിന്റെ വിതരണം നടന്നില്ലേ? അങ്ങനെ ഒരു അനൗദ്യോഗികമായ ഐക്യം അവിടെ നിലവിൽ വരികയായിരുന്നു. ആ CD റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷണമല്ല, 5/6/2011 സകല കുഴപ്പങ്ങൾക്കും തുടക്കം കുറിച്ച ആ കറുത്ത പുള്ളിയായ ആ ഗ്രൂപ്പ് യോഗത്തെ കുറിച്ച് പ്രതികരിച്ചത് ആരാണെന്നറിയാമോ? AP അബ്ദുൽ ഖാദർ മൗലവിയും അബ്ദുറഹിമാൻ സലഫിയും തെരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി. മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കി, ഈ ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം. തീർന്നില്ല. മുജാഹിദ് കേരളത്തിലെ കാരണവർ AP അബ്ദുൽ ഖാദർ മൗലവിയേക്കാൾ പ്രായവും പക്വതയും അദ്ദേഹത്തെക്കാൾ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു സത്യസന്ധതയുമുള്ള കരുവള്ളി മുഹമ്മദ് മൗലവി, അദ്ദേഹം തന്റെ പേനയെടുത്ത് എഴുതി 5/6/2011 CD ടവറിൽ വെച്ച് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തവരെ എന്റെ ജില്ലയിൽ അഥവാ മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ KJU വിശദീകരണത്തിൽ പങ്കെടുപ്പിക്കരുത്. അപ്പോൾ ആരാ പ്രതികരിച്ചത്? ആരാത് ഗ്രൂപ്പ് യോഗ എന്ന് പറഞ്ഞത്? എന്നാൽ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പരാതി പരിഗണിച്ചോ? കൗൺസിൽ CD റെക്കോർഡ് ചെയ്തതിനെ കുറിച്ച് അന്വേഷിച്ചോ? അത് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് അന്വേഷിച്ചോ? ഇല്ല. കാരണം മുജാഹിദ് സെന്ററിൽ 2 ഫയലുണ്ട്. ഒരു ഫയല് ഒരിക്കലും നടപടിയെടുക്കാൻ പാടില്ലാത്ത ഫയൽ, വേറൊരു ഫയല് അവിടേക്ക് വിളിച്ചു പറഞ്ഞ് എന്നിട്ട് അവിടുന്ന് പരാതി എഴുതിപ്പിച്ച് ഇവിടെ വരുമ്പോഴേക്ക് നടപടിയെടുക്കുന്ന ഫയൽ. 2 ഫയലുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി കണ്ണൂരിൽ വെച്ച് പ്രസംഗിച്ചു. പ്രസംഗത്തിനിടക്ക് മന്ത്രി അലിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. അതിനെക്കുറിച്ച് മന്ത്രി അലി പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങളത് വിവാദമാക്കാതിരുന്നാൽ മതി, എനിക്ക് പ്രശ്നമല്ലല്ലോ. പക്ഷേ ചില ആൾക്കാർക്ക് പ്രശ്നമായി. അവര് ചില ആളുകളോട് നിങ്ങൾ പരാതി എഴുതി എന്ന് പറഞ്ഞ് നിഷേധിക്ക്, എഴുതി എന്ന് പറഞ്ഞ് എഴുതി അയപ്പിച്ചു. കാരണം മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ നടപടി എടുക്കണം. എന്താ കാര്യം? കാര്യം പലതുണ്ട്. ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിന്റെ 45ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു കളഞ്ഞു, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ആരെങ്കിലും പറഞ്ഞതായി മനസ്സിലാക്കിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? 1000 കൂടി ചേർന്ന ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിന്റെ വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ വെച്ച് മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചു, ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പഠിച്ച ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചത് സംഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് ഔട്ടാക്കണമെങ്കിൽ കാരണം വേണം. അതുകൊണ്ട് പരാതി എഴുതിപ്പിക്കുക. അങ്ങനെ 2 തരത്തിലുള്ള ഫയലുണ്ട്. ഒന്ന്, അബ്ദുറഹ്മാൻ സലഫി ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു, നടപടിയെടുക്കണം. തൊടാൻ പാടില്ല, ഫയൽ തൊടാൻ പാടില്ല. തൊട്ടോം പുറത്തേക്ക് പോകും. അബ്ദുറഹ്മാൻ സലഫിക്കെതിരെയുള്ള വല്ല പരാതിയും ആരെങ്കിലും അന്വേഷിക്കാൻ പോയാൽ പുറത്തേക്ക് പോകും. അതുകൊണ്ട് അതാരും തൊടാൻ പോവില്ല. ടിപിക്ക് പുറത്താൻ ആഗ്രഹം ഉണ്ടാവില്ല, അതുകൊണ്ട് അദ്ദേഹം തൊടാൻ പോയില്ല. അങ്ങനെ ഒരു പ്രത്യേകത മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 2 തരത്തിലുള്ള ഫയലുകൾ. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു. KKP അബ്ദുള്ള എന്ന് പറയുന്ന മടവൂരിച്ചാരൻ, എന്റെ ഭാഷയല്ല, 28/10/2011 വ്യക്തമായി KJU പ്രഖ്യാപിച്ചതാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ചാരനാണ് ഇവൻ. അന്ന് നീല പുസ്തകമായിരുന്നുവെങ്കിൽ ഇന്ന് മഞ്ഞ പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ആ KKP അബ്ദുള്ളയുടെ ഫോൺ, ആ ഫോൺ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തകനായ ഒരുത്തൻ ഇവൻ ചാരപ്പണി എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ മുഴുവൻ ഫോൺ സംഭാഷണവും സൂക്ഷിച്ചു വെച്ചു. ആ ഫോൺ സംഭാഷണം പുറത്തുവിട്ടപ്പോൾ അബ്ദുറഹ്മാൻ സലഫി കുടുങ്ങി. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത്, തന്റെ ചാരപ്രവർത്തനങ്ങൾക്കെല്ലാം ഒത്താശ ചെയ്യുന്നത് ഈ കട്ട് ചെയ്ത മടവൂർ വിഭാഗത്തിന്റെ സീഡികൾ മദനിയെ കാണിക്കാൻ പോകുമ്പോ ദാ KKP പുറത്തുണ്ട് മദനി എന്ന് വിളിച്ചു പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന വിവരം പുറത്തു വന്നപ്പോൾ സലഫി കുടുങ്ങി. 2012 ജനുവരി 1-ാം തീയതി കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് ഒരു പ്രഭാഷണത്തിന് വന്ന ആ ദിവസം KKP അബ്ദുള്ള കുംഭസാരം നടത്തുന്നു. എന്താ കുംഭസാരം? ഞാൻ അബ്ദുറഹ്മാൻ സലഫിയെ കുറിച്ച് പറഞ്ഞതൊക്കെ പനി പിടിച്ച് രോഗം കൂടിയപ്പോ പറഞ്ഞു പോയതാകുന്നു, അതാരും വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ സക്കരിയ സുലൈനെ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ്, സലഫിനെ പറ്റി പറഞ്ഞൊക്കെ പനി പിടിച്ചിട്ടുമാണ്. എത്ര കാലം ഒരു മനുഷ്യന് പനി പിടിക്കുക? 6-7 മാസം. ഈ കുംഭസാരം നടക്കുമ്പോൾ അവിടെ അബ്ദുറഹ്മാൻ സലഫിയുണ്ട്.
കണ്ണൂരിലെ മുജാഹിദുകൾ വെല്ലുവിളിച്ചു. അബ്ദുറഹിമാൻ സലഫി പറ്റി ഞാൻ പറഞ്ഞതൊക്കെ പനി പിടിച്ച് അങ്ങ് പറഞ്ഞു പോയതാകുന്നു എന്ന് പറഞ്ഞ ആ കുമ്പസാരം നടന്ന വീട് ഞങ്ങൾ കാണിച്ചു തരാം. ആ വീട്ടു നമ്പർ കാണിച്ചു തരാം. ആ കുമ്പസാരത്തിന്റെ പദങ്ങൾ എഴുതി കൊടുത്തത് ആരെ കാണിച്ചു തരാം. കുമ്പസരിച്ച റൂമും കാണിച്ചു തരാം. മറുപടി ഉണ്ടോ? ഇല്ല. ചോദിച്ച ആൾക്കാരെ പുറത്താക്കുക. ഇനി സലീമിനെ വെക്കാൻ പറ്റൂല, കത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫി പിന്നെ ഈ കുമ്പസാരം നടത്തി ഒരു ഡേറ്റ് അടക്കം പറഞ്ഞു, ഔട്ട്, പുറത്തു പോവാ. നോമിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരെവിടെ പിടിക്കവിടെ? ഇത് രാജഭരണ, ഇത് രാജഭരണ സഹോദരങ്ങളെ. ചോദ്യത്തിന് ഉത്തരണ്ടോ? ചോദ്യത്തിന് ഉത്തരല്ല. അതാണ് വിഷയം. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കുന്ന നിലപാടുകളിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഇലക്ഷനിൽ ഇല്ലാത്ത ആരോപണം കൊണ്ടുവന്ന്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മുമ്പ് ഒരാൾ ഒരു എഴുത്തെഴുതി ഓർക്കുകയാണ്. 3 വാഹനം, പോലീസ് പെട്രോളിംഗ് ഉണ്ട്, പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പൊ ഒരു കള്ളക്കടത്ത് വാഹനം കടത്തിക്കൊണ്ടുപോകണം. അപ്പൊ എന്ത് ചെയ്തു? 3 വാഹനം. ആദ്യത്തെ 2 വാഹനം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, രേഖ ഒക്കെ ക്ലിയർ, പുക പരിശോധന ഒക്കെ ഓക്കെ. അങ്ങനെ ഓക്കെ ആയ 2 വാഹനം ആദ്യം വിട്ടു. ഈ വാഹനക്കാരെന്ത് ചെയ്തു? പോലീസിന് തെറ്റിയപ്പോൾ തപ്പിക്കളി, ബെൽറ്റ് ഇട്ടില്ല എന്ന് വരുത്തി ഇങ്ങനെ തൊട്ടു നോക്കുക. പോലീസിന്റെ ലൈസൻസ്, ഞങ്ങൾ ഇങ്ങനെ ഒരു ബൈക്ക് പോകുമ്പോൾ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പറയാ. ലൈസൻസ് ഉണ്ട്, അവസാനം ലൈസൻസ് ഉണ്ട്. അത് പിന്നെ നോക്കും, ആ പുകന്റെ എടുത്തു, പിന്നെ ഇൻഷൂർ ഉണ്ട്. മറ്റേ കൂട്ടർ ഇങ്ങനെ തെറ്റിച്ചു പോയി. അവിടെ ഓർക്കെന്തോ തരാറുണ്ട്. 2 വാഹനത്തിന്റെയും മുഴുവൻ രേഖയും റെഡിയാണ്. ഇതെന്തിനാ തപ്പിക്കളിച്ചെന്നറിയോ? 3ാമത്തെ വാഹനം ടീം കഴിഞ്ഞു, 3ാമത്തെ കള്ളക്കടത്താണ്. അതുപോലെ ജിന്നോട് വിളിച്ചു തോടുന്നു, സീർ വലിക്കൂലേ, വലിക്കൂലേ, ജിന്നു വാദമുണ്ടോ അല്ലേ? അങ്ങനെ ഭയങ്കര തർക്കായി. നമ്മളൊക്കെ ഇത്രയും കാലം മുജാഹിദ് എന്തിനാ? ആ കൂടുതൽ ഇലക്ഷനെ കഴിഞ്ഞു പോവുകയും ചെയ്തു. മനസ്സിലായോ? അല്ലാതെ വേറൊന്നും അല്ല. ഈ ജിന്നു സീർ എന്ന് പറഞ്ഞാൽ ഇതാ സാധനം. കള്ളക്കടത്ത് കഴിച്ചില്ലാൻ വേണ്ടി അവസാനം ഭയങ്കര ചർച്ച. അവസാനം എന്താ തെളിയിച്ചത്? സീറുണ്ട്. MM മദനി ഷാഗൽക്ക് പുസ്തകം അയച്ചു. ആ പുസ്തകത്ത് പറഞ്ഞു ആ സിഹർ യാഥാർത്ഥ്യമാണ്. അബ്ദുറഹ്മാൻ സലഫി ഒപ്പിട്ട് അയച്ചു. ആ ജിന്നുവാദുണ്ട്, യാഥാർത്ഥ്യ രോഗം ഉണ്ടാവും, റുക്കിയ ഷെറിയുണ്ട്. പിന്നെ എന്തെങ്കിലും തർക്കിച്ച് അതോ? അത് പിന്നെ ഇലക്ഷൻ വന്നപ്പോ അല്ലേ? ഇതല്ലേ സംഭവം? ഇതാ സംഭവം, അല്ലാതെ ഒന്നുമല്ല. അവസാനം ഉള്ളി തോളിച്ചു, ഒന്നുമില്ല. ഉള്ളി തോല് വലിച്ചതുപോലെ ഒന്നും കാണാനില്ലപ്പോ. ഇതാണ് വിഷയം. ജോർജ് ബുഷിന് ഇറാഖ് പിടിക്കണം, എത്ര ആലോചിച്ചിട്ട് പിടുത്തൂല്ല. അവസാനം ജൂതം മന്ത്രിച്ചെടുത്തപ്പോ മന്ത്രി ഏറ്റുപിടിച്ചു. ഒരൊറ്റ പ്രഖ്യാപനം, ഇറാഖിൽ അണുബോംബുണ്ട്. സൗദി ഞെട്ടി, ബഹ്റൈൻ വിറച്ചു, അല്ലേ? ഖത്തർ ആകെ വിഷമിച്ചു പോയി. കുവൈത്താണ് പറയും വേണ്ട. എല്ലാരും പറഞ്ഞു ബഹുമാനപ്പെട്ട അമേരിക്ക അവറുകളെ വരുവിൻ, ഇവിടെ തമ്പടിക്കുവിൻ, പട്ടാളക്കാരെ നിർത്തുവിൻ. കാരണം എന്താ? ആ ചെങ്ങായിന്റെ കയ്യിൽ അണുബോംബ് ഉണ്ട് എന്നാ പറയുന്നത്. ആരെ? സദ്ദാമിന്റെ കയ്യിൽ. മുമ്പ് കുവൈത്തിനെ ആക്രമിച്ച ഒരു പരിചയം ഉണ്ടല്ലോ. ആകെ പേടിച്ചു. പക്ഷേ അമേരിക്ക പറഞ്ഞു സൗദി അറേബ്യയിൽ പട്ടാളക്കാർ 6 മാസത്തിലപ്പുറം നിൽക്കാൻ പാടില്ല. എന്താ കാര്യം? കുറെ കാലം നോക്കും ഒരാൾ മുസ്ലിം ആയിപ്പോയി, ഖുർആൻ പഠിച്ചിട്ടേ. കാരണം അവർക്ക് നമ്മളെ മാതിരിയൊന്നും അല്ല, അവരിങ്ങനെ എല്ലാം വായിക്കും പഠിക്കും. ആൾക്കാരൊക്കെ മുസ്ലിം ആയിപ്പോയി. അതുകൊണ്ട് സൗദി അറേബ്യയിൽ 6 മാസത്തിലധികം നിൽക്കാൻ പാടില്ല, ജോർജ് ബുഷ്. ഓക്കെ, അങ്ങനെ നിന്നു. അവസാനം പോയി ബോംബ്. എവിടെ? ബാഗ്ദാദില്. ആളുകൾ മരിച്ചു, ബിൽഡിങ്ങുകൾ തകർന്നു, ഇറാഖ് തകർന്ന് തരിപ്പണായി. അവസാനം സദ്ദാമിനെയും പിടിച്ചു, സദ്ദാമിനെയും കൊന്നു. അല്ല, അണുബോംബ് എവിടെ? ഒരു പെരിച്ചായിനെ പോലും കിട്ടിയില്ല. ഇന്ന് ഒബാമയും ജോർജ് ബുഷും തമ്മിൽ വർത്താനം പറയുമ്പോൾ ഒരു പക്ഷേ ജോർജ് ബുഷ് അറിയും, ഞാനേ അന്ന് ഇറാഖ് പിടിക്കാൻ ഇങ്ങനെ ആലോചിച്ചു, ഒരു വയ്യില്ല, ഒരാറ്റ പൊട്ടിക്കല്. ഈ അണുബോംബ് എവിടെ? അണുബോംബ് ഒരു നമ്മൾ ചായ പിടിക്കുമ്പോ ഇപ്പൊ പറയുന്നുണ്ടാവും അണുബോംബില്ല, വെറുതെ പറഞ്ഞ. അതുപോലെ സംഘടനാ ഇലക്ഷൻ വരുന്നു, ഇത് നമുക്ക് കിട്ടും തോന്നുന്നില്ല. കുട്ടികളൊക്കെ വിഷയം പഠിച്ചുപോയി. ഇബ്രാഹിം കുട്ടി മൗലവി ഒന്ന് തൃശ്ശൂരിൽ നിന്ന് കയറും തോന്നുന്നില്ല. എന്താ ചെയ്യാ? ശാഖയില് 3 രാശിയാ, ഒരു രക്ഷയില്ല. ഒറ്റ പണിയുള്ളൂ, ജിന്നോട് തേടുന്ന. കൊടുങ്ങല്ലൂർ ഭാഗത്ത് മുഴുവൻ ISM ജിന്നോട് തേടുകയാണ്. കൊപ്രക്കലത്ത് പറയും വേണ്ട, കൈപ്പാങ്കലത്ത് കംപ്ലീറ്റ് ജിന്ന. ഓരോ ഇങ്ങോട്ട് കേട്ടണ്ട, ജിന്നോട് തേടുന്നവർ വിടാൻ പറ്റൂല അല്ലേ? ഒറ്റ പ്രഖ്യാപനം. അങ്ങനെ കാര്യം സാധിച്ചു. ഇപ്പോഴോ അബ്ദുറഹ്മാൻ സലഫി ചാടിക്കും അനീഫിനോട്, ആര് ജിന്നോട്? ഞാനങ്ങ് പറഞ്ഞല്ലേ, നിങ്ങളങ്ങ് പറഞ്ഞ് ഇവിടെ ജ്യേഷ്ഠനും അനിയനും തെറ്റി. ഇവിടെ പള്ളികൾ പൂട്ടുകയാണ്, ഇവിടെ കുടുംബങ്ങളിൽ പ്രശ്നമാണ്, മഹല്ല് പ്രശ്നമാണ്,
കേവലമായ സംഘടനാ താല്പര്യത്തിന് വേണ്ടി കള്ളക്കഥ പറഞ്ഞപ്പോ ഇപ്പൊ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ആരെങ്കിലും ജിന്നോട് തീർന്നോലുണ്ടോ? എല്ലാവർക്കും അറിയില്ല. നിങ്ങൾ വല്ലാതെ പറയല്ല, അന്നൊക്കെ അങ്ങ് പറഞ്ഞു പോയതല്ലേ. എന്തായി പറഞ്ഞത്? ശിർക്കാരോപണം. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയുടെ നേതൃത്വത്തിൽ യുദ്ധസംഘം വരുന്നു. ആ യുദ്ധസംഘത്തെ എതിർക്കാൻ അപ്പുറത്ത് ശത്രു സംഘം വരുന്നു. അവരിൽപ്പെട്ട ഒരാൾ സുബഹിന്റെ സമയത്ത് ഉസാമയുടെ മുമ്പ് പെട്ടുപോയി. പെട്ടെന്ന് കലിമ ചൊല്ലി അദ്ദേഹം സഹാബി ഒറ്റ വിട്ടെടുത്തു. ആള് മരിച്ചുപോയി. നബിന്റെ അടുത്ത് വിഷയെത്തി. ഈ അയാളുടെ ഹൃദയം ചൂഞ്ഞ് നോക്കിയോ? അയാൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമാണോ അല്ലേന്ന് മനസ്സിലാക്കാൻ നീ ഹൃദയം ചൂഞ്ഞ് നോക്കിയോ? ചോദ്യം അല്ലേ? അപ്പോൾ യുദ്ധം ചെയ്യാൻ, സ്വഹാബിയോട് യുദ്ധം ചെയ്യാൻ വന്ന ശത്രു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ പോലും കൊല്ലാൻ പാടില്ല അല്ലേ? സക്കരിയ സ്വലാഹി മിണ്ടാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, പരിപാടി പ്രസംഗിക്കാൻ പാടില്ല. വായ മൊത്തിക്കെട്ടു. എന്നിട്ട് ഒന്നായിട്ട് വിശദീകരണം. സക്കരിയ സ്വലാഹി ശിർക്കിലേക്ക് പോയി കൈപ്പമംഗലത്ത്, സക്കരിയ സ്വലാഹി ശിർക്കിലേക്ക് പോയി എടവണ്ണയിൽ. മറുപടി തരാൻ ആളില്ലല്ലോ. പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. സക്കരിയ സ്വലാഹി എഴുതാൻ പാടില്ല എന്ന് പറയാൻ മറന്നുപോയി. മൂപ്പര് പെണ്ണും കളസ് വീട്ടിൽ നിന്ന് എഴുതി. ശിർക്കാരോപകരോട് സ്നേഹപൂർവം ഭൗതികമോ അഭൗതികമായ യാതൊരു കാര്യവും ഹാജറുള്ളതോ അല്ലാത്തതോ ആയ ഒരു ജിന്നിനോട് ഒരു മലക്കിനോടും ചോദിക്കാൻ പാടില്ല. വഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നത് ഏതുപോലെ ശിർക്കാണോ അതേപോലെ ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് വിളിക്കുന്നതും ശിർക്ക് തന്നെ. യാ ഇബാദല്ലാ എന്നല്ല, യാ അല്ലാന്നാ വിളിക്കേണ്ടത്. ഈ നോട്ടീസ് വിതരണം ചെയ്തവർക്കെതിരെ നടപടി. ഞങ്ങൾ മിണ്ടാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്ന് പറയാൻ മറന്നുപോയതല്ലേ? ഓൻ എഴുതി ഞങ്ങളെ കൊടുക്കല. ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി പോലെ. മനുഷ്യൻ എങ്ങനെ ഇലക്ഷൻ കഴിച്ചിലാക്കാൻ നോക്കുമ്പോൾ വെറുതെ വിതരണം ചെയ്യുക. അടുത്ത സർക്കുലർ സക്കരിയ സ്വലാഹിയുടെ പരിപാടിക്ക് പോകുന്നവരുടെ പേര് വീരം CD ടവറിൽ അറിയിക്കേണ്ടതാകുന്നു. അയ്യയ്യയ്യേ, എന്ത് കേൾക്കുന്നത്? പരിപാടിക്ക് പോകാൻ പാടില്ല. മുമ്പ് സമസ്ത തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മുജാഹിദ് പ്രഭാഷണം. അവിടെ ആദ്യമായിട്ട് ഇസ്ലാഹി പ്രഭാഷകൻ മുലിയാർ എഴുന്നേറ്റുക്കും. എന്താ പറയാ? സഹോദരന്മാരെ, നമ്മുടെ നാട്ടില് പുത്തൻവാദികളായ ആളുകള് പരിപാടികളുമായി വന്നിരിക്കുകയാണ്. ആരും ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ യുവാക്കൾ ഇന്നാവുന്ന പോകണല്ലോ. സാധാരണ ഈ പരിപാടിയൊക്കെ വിജയിപ്പിക്കൽ മുരിയാമാരാ. ഓരോ സമയം പറയും, ഡേറ്റ് പറയും, ഒക്കെ പറയും. നമ്മളെ മറ്റേ കവലയിലാണല്ലോ പ്രസംഗിക്കുന്നത്. 7 മണിക്കാണ് എല്ലാവരും മനസ്സിലാക്കണം, ആരും പോകരുത്. അപ്പൊ കുറച്ച് ആൾക്കാർ പോയി കേൾക്കും. ഇതിങ്ങനെ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ പരിപാടിക്ക് നോട്ടീസ് അടിക്കുമ്പോൾ ഇതും എല്ലാം കേൾക്കുക, നല്ലത് പിൻപറ്റുക മുകളിൽ. എന്നിട്ട് ഇസ്ലാഹി പ്രഭാഷണം ഇന്ന സ്ഥലത്ത്. ഇതുപോലെ ഇതാരേർപ്പാടാ? സത്യത്തെ ഭയപ്പെടുന്ന മുജാഹിദുകൾ വന്നാൽ കാര്യം മനസ്സിലായി പോകും. അതുകൊണ്ട് കാര്യം മനസ്സിലാകുന്ന സ്ഥലത്തേക്ക് പോകല്ലേ കൂട്ടരെ. ഞങ്ങളെ വയറ്റിൽ പ്രശ്നമാണ്, മൗലൂദും റാത്തീബും ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നൊന്നും പറയില്ല. മനസ്സിലാതാ? ഇതുപോലെ സക്കരിയ സ്വലാഹിന്റെ പരിപാടിക്ക് പോയ സംഗതി മനസ്സിലായി പോകും. കാരണം ആ ചങ്ങായി തുറന്നു പറയും, ജിന്നെ കാക്കണേ ശിർക്ക്, മലക്കെ കാക്കണേ ശിർക്ക്. പിന്നെന്താ ഇയാൾ പറ്റി പറഞ്ഞു? ഇത് ശരിയില്ലല്ലോ. CD ടവറിൽ ശിർക്കാരോപണ മീറ്റിംഗ് നടക്കുമ്പോ ഉള്ളിലേക്ക് കയറാതെ മലപ്പുറം വെസ്റ്റിലെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇപ്പൊ അപ്പുറത്തന്നെ ഉള്ളത്, മൂപ്പര് കസാല എങ്ങോട്ട് തിരിച്ചിരുന്നു, ഉള്ളിൽ കയറാതെ. ചോദിച്ചു എന്താ ഉള്ളിൽ കയറാത്തെന്ന് വെച്ചു. അദ്ദേഹത്തിന്റെ ഒരു മാതൃഭൂമി പത്രമുണ്ട്. മാതൃഭൂമി പത്രത്തിൽ സക്കരിയ സ്വലാഹിക്കെതിരെ ജിന്നിനോട് സഹായം തേടാന്ന് വാദിക്കുന്ന ആളാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് വാർത്ത കൊടുത്തു. ഈ സന്ദർഭത്തിൽ അദ്ദേഹം മാതൃഭൂമിയെ സമീപിച്ചു, ഞാനാണ് ആള്, എന്റെ വാദം ഇന്നതാണ്. സ്രഷ്ടാവല്ലാത്ത ആരാകട്ടെ, ജിന്നാകട്ടെ മലക്കാകട്ടെ, വിളിച്ചു പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടില്ല. അത് ബഹുദൈവാരാധന ബ്രാക്കറ്റിൽ ശിർക്കാകുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് വാദമുള്ളവരാണെന്ന് കഴിഞ്ഞ 10 കൊല്ലമായി മടവൂർ വിഭാഗം പറഞ്ഞപ്പോൾ, ക്ലിപ്പുകൾ കട്ട് ചെയ്ത് അവതരിപ്പിച്ചപ്പോൾ, അതിന്റെ പൂർണ്ണ രൂപം ചോദിച്ചപ്പോ അവർ അപഹാസ്യരാവുകയാണ് ഉണ്ടായത്. ഈ വാർത്ത വായിച്ചിട്ട് ഇദ്ദേഹം പറയാം, ഈ മാതൃഭൂമി പത്രവുമായി നാളെ സക്കരിയ പരലോകത്ത് വന്ന ഞാൻ എന്താ പറയാ? മുപ്പർക്ക് പരലോക ഓർമ്മ വന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ വ്യക്തമായി പറയാം, എനിക്ക് അങ്ങനെ വാദമല്ല, എനിക്കങ്ങനെ വാദമുണ്ട്. എന്ത് ചെയ്യും? ഞാൻ പറയാണ്, എന്റെ പേര് CP സലീം, നിന്റെ പേര് പോക്കർ എന്നാകുന്നു. എന്റെ പേര് CP സലീം, ഇതാ ഐഡന്റിറ്റി കാർഡ്, ഇതാ നിന്റെ പേര് പോക്കർ എന്നാണ്, സമ്മതിച്ചില്ല, പുറത്തായി കളി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയുന്നു, എന്റെ വാദം ജിന്നെ കാക്കണേ ശിർക്ക്, മലക്കെ കാക്കണേ ശിർക്ക്. ഭൗതികമോ അഭൗതികമായ ഒരു കാര്യവും ജിന്നിനോടോ മലക്കിനോടോ ചോദിക്കാൻ പാടില്ല.
പ്രാർത്ഥനയാണോ ശിർക്ക്? വ്യക്തമായി നമ്മൾ പറയുന്നു അങ്ങനല്ല വാദം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ലാത്ത രീതികളിലേക്ക് വന്നു. AP എപ്പോഴും പറയും നമ്മൾ അകത്താക്കുന്ന പ്രസ്ഥാനമാണ്, പുറത്താക്കുന്ന പ്രസ്ഥാനമല്ല. ഇപ്പൊ APക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ബഹുമാനായ APക്ക് എന്താ പറയാനുള്ളത്? കേരള നടപടിയെടുക്കൽ മൂവ്മെന്റ് എന്ന് KNMന്റെ ഫുൾ ഫോം പോലും വാങ്ങി മാറിപ്പോയില്ലേ? പുറത്തെന്ത് തിരക്കാന്നറിയപ്പോ? പുറത്തു ഭയങ്കര തിരക്കാ, ഉള്ളിൽ ആളില്ല. പുറത്ത് തിരക്കായിട്ട് ഫൈസൽ മുസ്ലിയാർക്ക് നിൽക്കാൻ സ്ഥലമല്ല. ഹുസൈൻ സാഹിബ് ഇങ്ങനെ മാറിക്ക് മനുഷ്യന് നിൽക്കട്ടേതാണ്. അമ്മാതിരി തിരക്കാ പുറത്ത്, കംപ്ലീറ്റ് പുറത്ത്. ISM മൊത്തം പുറത്ത്, MSM മൊത്തം പുറത്ത്, MG ആ പെണ്ണുങ്ങൾ എന്ത് തെറ്റാ എനിക്കറിയാം, ഇപ്പോഴും മനസ്സിലായില്ല. MGMനെയും പുറത്തായി, കംപ്ലീറ്റ് പുറത്ത്. ആരാണ് MGMന്റെ കൂട്ടത്തിൽ ജിന്നെ കാക്കട്ടെ? അത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് പുറത്ത്, ഒക്കെ പുറത്ത് പോട്ടെ, അങ്ങൾ മാത്രം ഇതിന്റെ ഉള്ളിൽ നിൽക്കട്ടെ. ഇതല്ലേ അവസ്ഥ? ഇതല്ലേ അവസ്ഥ സഹോദരങ്ങളെ? അപ്പൊ അതുകൊണ്ട് ഇത് ജിന്നും സീറോ നല്ല പ്രശ്നം. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് ഈ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ഇവിടെ വളമായി തീരുന്നത് ഹദീസ് നിഷേധ പ്രവണതകൾക്കാകുന്നു. ഹദീസ് നിഷേധം അത് പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഈ വിഷയങ്ങളെല്ലാം എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ ആരോപണങ്ങൾ ഓരോ സമയത്ത് പറഞ്ഞു. ആദ്യം പറഞ്ഞു, സക്കരിയ സ്വലാഹിന്റെ അടുത്ത് ഒരാൾ ജിന്ന് ചികിത്സക്ക് വന്നു, മൂപ്പരത് ഇങ്ങോട്ട് ചികിത്സിക്കാന്ന് ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ ഭവം എന്ന് പറഞ്ഞു. സക്കരിയ സ്വലാഹി പറയുന്നത് കണ്ടോ, ഇതാ ജിന്ന് ചികിത്സയിലേക്ക് പോകുന്നു, കേന്ദ്രം തുടങ്ങാൻ പോകുന്നു. സക്കരിയ സ്വലാഹി ചികിത്സിച്ച ആളാണ്. അപ്പൊ ഇതൊന്നും എക്കിയാശറിയെന്ന് അറിയാത്ത കൊപ്പറക്കൽത്താർ പടച്ചോനെ, ഞമ്മക്ക് ഇതുവരെ പരിചയമില്ലാത്ത പരിപാടിയിൽ ഇതൊക്കെ ജിന്ന് ചികിത്സ ഉണ്ട്. ഇത് അന്ധവിശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, സഹോദരങ്ങളെ, അറിവില്ലെങ്കിൽ പഠിക്കണം. കേമലിന്റെ ഫത്വയിലുണ്ട്, സലഫി ഒപ്പിട്ടിട്ടുണ്ട്. മാത്രല്ല ഈ പറഞ്ഞ അനസ് മൗലവി അദ്ദേഹവും ചികിത്സക്ക് അയച്ചിട്ടുണ്ട്. ആ ഭാഗം കാണാം. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗിയെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആകുകയും അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആനും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ് മൗലവി ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ് മൗലവി ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ, ഒന്ന് പരീക്ഷിച്ച് പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിൻ്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ചു കിടന്ന സ്ത്രീ പുരുഷന്മാരെ ഇണക്കിവിട്ട കഥകളും ആലിന്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരാൾ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, സക്കരിയ സ്വലാഹിയുടെ അടുത്ത് ജിന്നു ബാധിച്ചു എന്ന് സംശയമുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരികയും ആയത്തുൽ കുർസിയോ മറ്റോ ഓതിക്കൊടുത്തപ്പോൾ അദ്ദേഹം വയലന്റ് ആവുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല. മലപ്പുറത്ത് ഇന്നൊരാളുണ്ട് ഖുർആനും സുന്നത്തൊക്കെ അനുസരിച്ച് അയാൾ ചികിത്സിക്കുമെന്ന് കേൾക്കണം, അവിടെ പോയി നോക്കി എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറയാ? ജിന്നു ബാധിച്ച ഒരാൾ വന്നിട്ട് അയാളെ ഖുറാഫാത്തിലേക്ക് വിടുക. അങ്ങനെ വിട്ടിയില്ലെങ്കിൽ അങ്ങനെ പറയും. ഇനി ചികിത്സിച്ചാ പറയും കേന്ദ്രം തുടങ്ങി, കടവത്തൂരിൽ കേന്ദ്രം തുടങ്ങി. എന്താ ആള് ചെയ്യാ? ഒരു മറുപടി പറയണല്ലോ. അപ്പൊ പ്രശ്നം ജിന്നു ബാധിക്കോ, ജിന്നു ബാധ ഉണ്ടോ, അത് പഠിച്ചാൽ മതി. അത് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിച്ചാൽ മതി. ജിന്ന് ശരീരത്തിൽ പ്രവേശിക്കുമോ? ഞാൻ പ്രമാണങ്ങൾ ഉദ്ധരിച്ചല്ലോ. കെ മൗലവിയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗം പറഞ്ഞല്ലോ, ഷബാബ് പറഞ്ഞല്ലോ, അമാനുവലിന്റെ പരിഭാഷ എന്നുള്ള ഭാഗം പറഞ്ഞല്ലോ. ശരി, ഇതേ കാര്യം അനസ് മൗലവി ചെയ്തു.
ഇങ്ങനെ അസ്വസ്ഥ ഒന്നും കാണിക്കാത്ത ആളെ തന്നെ ഡോക്ടർ സുബൈറിന്റെ അടുത്തേക്ക് ചികിത്സക്ക് വേണ്ടി വിട്ടു. ഇത് 4 സ്ഥലത്ത് ഈ ക്ലിപ്പാണ്ട് കാണിച്ചോ. പിന്നെ ജിന്നുബാദല്ല, സക്കരിയ സുലൈന്റെ അടുത്ത് ആള് പോയ കഥയില്ല, അസ്വസ്ഥത വന്നതില്ല, കഴിഞ്ഞ്. അതെവിടെ പോയി? കൊപ്രക്കലത്ത് കാണിച്ചതാണല്ലോ സക്കരിയ സുലൈയുടെ ക്ലിപ്പ്. എന്താ ഇപ്പൊ അത് കേൾക്കാത്തത്? അത് ഏകദേശം കാര്യമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി. മാത്രല്ല KNM-ന്റെ ട്രഷററും പിന്നീട് സെക്രട്ടറിയുമായിരുന്ന പാലത്ത് അബ്ദുറഹിമാൻ മദനി വിട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? തെളിവടക്കം പറഞ്ഞു കൊടുക്കും. പക്ഷെ എവിടേക്കാ വിട്ടത്? ജാറത്തിലേക്കല്ല. സക്കരിയ സുലൈ ചെയ്തതുപോലെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചികിത്സക്ക് വേണ്ടിയാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അത് കുറെ ആൾക്കാർ വിഷയം പഠിച്ചപ്പോ ആ ഭാഗം അവിടെ നിർത്തി. ഇത് പറയുമ്പോ ജമാഅത്ത് സുഹൃത്തുക്കൾ പറയാറുണ്ട്, മുജാഹിദുകളിൽപ്പെട്ട ഒരു വിഭാഗം കേട്ടാൽ സ്തംഭിച്ചു പോകുന്ന അന്ധവിശ്വാസം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാ ഈ അന്ധവിശ്വാസം? ഒന്ന് ജിന്നുബാധുണ്ട് എന്ന് പറയുന്നു, അതിന് ചികിത്സ ഉണ്ട് എന്ന് പറയുന്നു. അവർ പറഞ്ഞു, കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന ആദർശ സമ്മേളനത്തിൽ നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിച്ചു, അവരുടെ യുവാക്കൾക്ക് ആവേശം കൊള്ളിക്കാൻ അവർ വിപ്ലവ നേതാവായി അവതരിപ്പിക്കുന്ന ഹസനുൽ ബന്ന, ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവിന്റെ പവറും അദ്ദേഹത്തെ പ്രശംസിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞത്, ജിന്നുബാധ ഏറ്റ ഒരു സ്ത്രീയെ ഹസനുൽ ബന്നയുടെ അടുത്ത് കൊണ്ടുവന്നു, അദ്ദേഹം ഖുർആൻ ഓതി കൊടുത്തു. അപ്പോൾ ആ സ്ത്രീയുടെ നാവിലൂടെ ജിന്ന് സംസാരിച്ചു. ശരീരത്തിൽ പ്രവേശിച്ച ജിന്നോട് കാലിന്റെ ഭാഗത്തുകൂടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇത് ഹസനുൽ ബന്നയുടെ ജിന്ന് ചികിത്സ വ്യക്തമായി ഇഖ്വാനുൽ മുസ്ലിമീൻ ഇവിടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതാണ്. കാമ ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി മിണ്ടിയിട്ടില്ല. അപ്പോ കേട്ടാൽ സ്തംഭിച്ചു പോകുന്ന അന്ധവിശ്വാസം ചെയ്ത ആളാണോ ഹസനുൽ ബന്ന? ചോദ്യം അവശേഷിക്കുന്നു. ജമാഅത്ത് സുഹൃത്തുക്കൾക്കും വിഷയം പഠിക്കാൻ വേണ്ടി ഇത് പറയുന്നത്. തീർന്നില്ല. മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ 1-ാം ദിവസം സകല അവരുടെ ഭാഷയിൽ ജിന്നൂരികൾ എന്ന പദം 2007 ആലപ്പുഴയിൽ വെച്ച് ഖുർആനും സുന്നത്തും അതിനാൽ ഉപോത്ബലകമായി ഷബാബും കേമലിയുടെ ഫത്വകളും അമാനുവലിയുടെ പരിഭാഷയും ഇസ്ലാമിക ജീവിതവും എല്ലാം വെച്ചുകൊണ്ട് അനസ് മൗലവി മടവൂർ വിഭാഗത്തിന് മറുപടി കൊടുത്തപ്പോ ഉത്തരം മുട്ടിയ മടവൂർ വിഭാഗം അനസ് മൗലവി വിളിച്ചു ജിന്നൂരി. ആരാ വിളിച്ചത്? മടവൂർ വിഭാഗം. എന്നാ ഉദ്ഘാടനം 2007. ഏതാണ് ജില്ല? ആലപ്പുഴ. അബ്ദുറഹ്മാൻ സലഫി വായ്പ വാങ്ങിയപ്പോ ആ പദം ഒന്ന് വായ്പ വാങ്ങി. അത് ഞങ്ങൾ കുറച്ച് പ്രയോഗിച്ചോട്ടെ, ഇലക്ഷൻ കഴിയുന്നവരെ ഒന്ന് ഇതുവരെ തിരിച്ചു കൊടുത്തില്ല. വായ്പ അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട സഹോദരൻ, ഇതുവരെ തിരിച്ചു കൊടുത്തില്ല. മനസ്സിലായില്ലേ? ആ പദവും തിരിച്ചു വാങ്ങി. യഥാർത്ഥത്തിൽ ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട ഖുർആനും ഹദീസും അംഗീകരിക്കുന്നവർക്ക് ജിന്നൂരി എന്ന് പറയാമെങ്കിൽ അത് നിഷേധിക്കുന്നവർക്ക് ശൈത്വാനീന പറയേണ്ടത്. ശൈത്വാനീന വിളിക്കേണ്ടത്. പക്ഷെ നമ്മൾ വിളിക്കാൻ പറ്റൂല, മലക്കൾ എഴുതി വെക്കും, നമുക്ക് വിളിക്കാൻ പാടില്ല. നിഷേധികളെ അങ്ങനെയാ വിളിക്കേണ്ടത്, പക്ഷെ നമുക്ക് വിളിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ തരത്തിൽ ജിന്നൂരി എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോഴാണ് അങ്ങനെ അവർക്ക് അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ മാറ്റി നിർത്തി. അവർക്കൊന്നും സംസാരത്തിൽ മുജാഹിദ് ബാഷരി സദസ്സിലിരുന്നോളുക, പിന്നെ സജ്ജാദ് അപ്പുറത്തുനിന്നോളുക, എല്ലാവരും മാറിന്നോളുക. നമ്മളെ സമ്മേളനമാണ്, നമ്മൾ ഇലക്ഷൻ നടത്തി കമ്മിറ്റി പിടിച്ച് സ്വാസംഗത്വമൊക്കെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഒഴിവാക്കി നമ്മളെ സമ്മേളനമാണിത് അല്ലേ. ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്ത ആരുതാ? അബ്ദുറഹ്മാൻ സലഫിന്റെ. മൂപ്പരും പറയും, എല്ലാവരും പറയും, ആര് വന്നാലും മൂപ്പര വക ഫോട്ടോ ഇല്ലേ. അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. നോം നടത്തുന്ന സമ്മേളനമാകുന്നു ഇത്. ആ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തില് ഡോക്ടർ ജാക്കിർ നായിക്ക് വന്നു. മൂപ്പരോട് ചോദ്യം, അല്ല ഈ സിഹർ വലിച്ചാൽ ചികിത്സക്ക് എന്താ ചെയ്യാ? മൂപ്പരിന് സ്പെഷ്യലിസ്റ്റ് എടുത്തു പോണം. സ്പെഷ്യലിസ്റ്റ് എടുത്തു പോണം. അതെ, ഞാൻ ഈ മതതാരതമ്യവുമായി ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് ആണ് ഞാൻ. ഈ സിഹറൊക്കെ ബാധിച്ചാൽ അങ്ങനെ അസ്വസ്ഥൊക്കെ ഉണ്ട്, അതിന് ചില ചികിത്സിക്കാൻ പറ്റിയ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ചികിത്സിക്കാൻ പറ്റിയ ആൾക്കാരോട് പോകണം. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു, വേറെ വേദി നോക്കാം. അത് ഹുസൈൻ സലഫിനോട് പറയാൻ വേണ്ടി തയ്യാറാക്കി വെച്ച പ്രസംഗം, അവിടെ പറയാൻ പറ്റൂല. അപ്പൊ സമ്മേളനത്തിന്റെ 1-ാമത്തെ ദിവസം പുറത്താക്കപ്പെട്ടവർക്ക് വേണ്ടി ജാക്കിർ നായിക്ക് KM ഷാജി MLA വിളിച്ചു. അല്ല സലീമേ, അല്ല ഈ ജിന്നുവാദമൊക്കെ ഉള്ളത് തന്നെയാണല്ലേ. ഞാൻ ഈ ജാക്കിർ നായിക്കിന്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായത്. അങ്ങനെ കുറെ ആൾക്കാർക്ക് അപ്പോഴാ മനസ്സിലായത് ഇത് അന്ധവിശ്വാസാന്ന് വിളിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മനസ്സിലായി അത് ഖുർആൻ പറയുന്ന കാര്യമാണ്. അതിന്റെ പേരിൽ അന്ധവിശ്വാസത്തിലേക്ക് പോകരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ജിന്നുബാധയുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? കത്ത് ആർക്ക്? ഡോക്ടർ ജാക്കിർ നായിക്കിനെ KNM പുറത്താക്കി. മുമ്പ് KNM ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? മുപ്പര് അഹ്ലെ ഹദീസിലും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും?
പിന്നെ അവരോട് പറയേണ്ടി വരും, പുറത്താക്കില്ല ഇനി വിളിക്കില്ല എന്ന് പറയേണ്ടി വരും. അതിനൊന്നും മൂപ്പര് പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഒന്നാം ദിവസം തന്നെ സംഭവിച്ചത്. പിന്നെന്താ, കേന്ദ്രം തുടങ്ങാന്നല്ല പറയുന്നത്. പടച്ചോനെ, ഇതാ പോയി ഇപ്പൊ എത്തിയത് കേന്ദ്രം തുടങ്ങാം എന്നടുത്താകുന്നു. റുഖിയ ശറയുമായി ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ വെച്ച് സംസാരിക്കുമ്പോ ആ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തെ ചികിത്സയെ കുറിച്ച് പറഞ്ഞപ്പോ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഒരു പദപ്രയോഗം പിടിച്ച് ഇതാ കേന്ദ്രം തുടങ്ങാന്ന് പറഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന രംഗം നിങ്ങളൊന്ന് കാണുക. ഞാൻ എന്റെ മനസ്സിൽ കേന്ദ്രം തുടങ്ങണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ആശയക്കുഴപ്പമുണ്ടായത് അത് ഞാൻ വിശദീകരിക്കാം. ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഉണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകളുടെ നിസ്കാരത്തായ്മ ഇവിടെയാണ്, അത് പെണ്ണുങ്ങളായിട്ട് രമിക്കാനാണ് എന്ന് നാളിതുവരെയുള്ള ചരിത്രത്തിൽ സമസ്തക്കാർ പറഞ്ഞ. അതുകൊണ്ട് നബീന്റെ ഒരു സുന്നത്ത് നമ്മളില്ല. കാരണം അള്ളാന്റെ മുമ്പിലെ ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ, റസൂല് പഠിപ്പിച്ച ശരിതെറ്റുകളാണ് ശരിതെറ്റുകൾ. നാട്ടുകാരെന്ത് വെറുതെ ഒന്നല്ല അള്ളാഹു എന്ത് പറഞ്ഞെന്നറിയോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായിക്കോളി. അതായത് യായുവല്ലദീന ആമനു മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. അവിടെ എന്താ പറഞ്ഞേ? അള്ളാന്റെ ദീന് വിട്ട് നിങ്ങൾ മുർത്തദ്ദുകളായി നിങ്ങൾ വേറെ ടീമായിട്ട് പോയാൽ അള്ളാഹു വേറെ ടീമിനെ കൊണ്ടുവരും. അവരെ അള്ള ഇഷ്ടപ്പെടും, അള്ളാഹു അവരെയും അവരല്ലാനെയും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരെന്താണ്? വലാ യഖാഫൂന ലൗമത ലായിം. ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. നബി പഠിപ്പിച്ച കണിശമായ സുന്നത്തിൽ നിന്നുകൊണ്ടുള്ള ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ ആളുകൾ എവിടെ എത്താന്നറിയോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അദ്രിമാൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ ഒരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനൊന്നും ഇല്ലാന്ന് ഒരു മടക്കി അയക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കി അയക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ പറഞ്ഞ ഹദീസിലെ പ്രയോഗങ്ങളിലെ രണ്ടാമത്തെ വാക്ക് എന്തറിയോ? ജിന്നുബാധ കൊണ്ട് ഇവനെ മാത്രമല്ല, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവനെ കൊണ്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ അവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊക്കി പിടിക്കാൻ പറഞ്ഞു. നബി അതിന് ചികിത്സിക്കുകയും ചെയ്തു, തിരിച്ചുപോയി. തിരിച്ചു നബിയും സാബിയും വരുമ്പോ കുറെ ആടിനെയായിട്ട് ആ സ്ത്രീ നിൽക്കുകയാണ്. ഹദീസിൽ സഹിയായി വന്നാൽ ആടിനെയായിട്ട് നിൽക്കണം. എന്താ? ആ കുട്ടിയെ കൊണ്ടുള്ള ഉപദ്രവം വീട്ടിൽ തീർന്നു, ആ വീട്ടിൽ സമാധാനമായി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്, സെൽഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നർക്കൽ എന്നൊരു സംഗതി ഇല്ല എന്നുള്ളിടത്തിലേക്കാണ് നമ്മുടെ ആളുകളെ പോക്ക്. അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ KNMന്റെ KJന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ ഉണ്ടാവുക? ജിന്നുബാധയേറ്റ് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിക്കുവോ? അവരെ നേരെ ഖുറാഫുകൾ എടുത്തു പോകും, ഷിർക്കിന്റെ ചികിത്സ ചെയ്യും. അങ്ങനെ ഷിർക്കിലായി അവർ മരിച്ചു പോകും. അങ്ങനെ ഷിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ആ ചികിത്സ ഖുർആനിലും സുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചെന്നത് എന്തോ അത് അതേപോലെ ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നമ്മൾ ജിന്നുബാധികളെന്നോ അല്ലെങ്കിൽ നമ്മളെ ശൈത്താൻ സേവക്കാരെന്നോ വിളിച്ചോട്ടെ, പടച്ചോന്റെ മുമ്പിൽ ഇല്ലാത്തൊരു ചികിത്സ നടപ്പാക്കിയവർ നമ്മളാകരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ രംഗത്ത് സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു നൂലുമ്മക്കളി പോലെയാണിത്. തൗഹീദും ശിർക്കും മനസ്സിലാക്കി ജനങ്ങളെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അത് വേർതിരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ നമ്മളോട് വളരെ പരുക്കമായിട്ടാണ് ആടിനുകൾ പെരുമാറുന്നത് നിങ്ങൾക്കറിയാം. KNMന്റെ പള്ളിയിൽ കയറിയാലും അതുപോലെ അവരെ കണ്ടാലും വളരെ മോശമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിന് ദഹിക്കാനാവാത്ത വിധത്തിലുള്ള അതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവർ മാറിപ്പോയി എന്നത് അത്ഭുതത്തോടുകൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഏതായിരുന്നാലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചതായിരിക്കാം, തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. അങ്ങനെയാണ് അവരുടെ ശ്രമങ്ങൾ. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ഒരു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധിച്ച് പെരുമാറേണ്ട ഒരു ഘട്ടമായിരിക്കും ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർവ്വകാല സലഫി പണ്ഡിതന്മാരൊക്കെ നേരിട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ശരിക്കും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സഹോദരങ്ങളെ, വളരെ ക്ലിയറാണ്. ആ ചികിത്സ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് ഒരിഞ്ചും തെറ്റാതെ കണിശമായ ചികിത്സ നടത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ മജീദ് സുലാഹിയെ പോലെയുള്ള ആളുകൾ കേന്ദ്രം തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കടപ്പുറത്ത് വരുന്ന KNMന്റെ സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണിത്. KC മുഹമ്മദ് മൗലവി മാറഞ്ചേരി എഴുതിയ അതിലൊരു പരാമർശം കേട്ടോളൂ. വസ്തുതകൾ ഇങ്ങനെയെല്ലാം ആയിരിക്കെ
ഇപ്പോഴിതാ നമ്മുടെ ചില യുവ പണ്ഡിതന്മാർ ഖുർആൻ തെറാപ്പി, ഇലാജ് തെറാപ്പി, CD തെറാപ്പി എന്നൊക്കെ പേരിട്ടുകൊണ്ട് ചില ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയതായി കേൾക്കുന്നു. ഓരോ ഉറപ്പില്ല, അങ്ങനെ ഉണ്ട്. അപ്പൊ ഇവിടെ തുടങ്ങാൻ പുതുതായിട്ട് പറഞ്ഞപ്പോഴുള്ള വെപ്രാളം വേണ്ട. ഞാൻ ഉദ്ദേശം എന്തേ ഉള്ളൂ, അതോടെ മനസ്സിലാക്കി തരാം. റുഖിയ ശറിയയുടെ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് എന്റെ പരാമർശം, ആ പരാമർശം ഞാൻ പിൻവലിക്കും. അതൊരു സൂക്ഷ്മതക്കുറവാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. രണ്ട്, ഞാൻ ആ വിഷയത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയതിന്റെ ഒരു പശ്ചാത്തലം, ഇതിനെ നിഷേധിക്കുന്ന ആളുകളോട് വളർന്നു വരുന്നു. ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് മുജാഹിദുകൾക്ക് അവരുമായി രമിക്കാനാണ്, മുജാഹിദുകൾക്ക് ഇവിടെയാ തഴമ്പ് എന്നൊക്കെ കേട്ടാലും നമ്മൾ നബി പഠിപ്പിച്ച സുന്നത്തിനെ ഉപേക്ഷിക്കാറില്ല. അതേ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കണം. മാത്രമല്ല, അതിന്റെ പിറ്റേന്ന് കൂടിയ നമ്മുടെ സംഘടനയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട മീറ്റിംഗിൽ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, വളരെ പ്രഗത്ഭരായ യുവ പണ്ഡിതന്മാർ അവർ ഇരുന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയാക്കി. കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന്റെ സാധ്യതയെ, അല്ലെങ്കിൽ അത് ഇസ്ലാമിൽ പാടുണ്ടോ, അല്ല റുഖിയ ശറിയ ചെയ്താൽ മതിയോ എന്ന്. ഇവിടെ ഏറ്റവും മജീസ്വലായിനെ പോലുള്ളവർ ചെയ്യുന്നുണ്ടറിയോ, നബി പഠിപ്പിച്ച റുഖിയ ശറിയ എവിടുന്നെങ്കിലും ചെയ്ത അതൊക്കെ കേന്ദ്രാക്കി പറയാണ്. ഒരു പള്ളിയിലാണ് ഒരാൾ വന്നിട്ട് അയാൾക്ക് ജിന്നബാധ ഉണ്ടായി, അവിടെ ഒരാൾ ചികിത്സിച്ച് അത് കേന്ദ്രമാക്കി മാറ്റിയാണ്. ഒരു വീട്ടിൽ വെച്ചോ മദ്രസയിൽ വെച്ചോ അത് കേന്ദ്രമാക്കി മാറ്റിയാണ്. പിന്നെ എന്ത് ചെയ്യും? റുഖിയ ശറിയ നബി പഠിപ്പിച്ച പ്രകാരം ചെയ്യണമെന്ന് ജമിയത്തുൽ ഉലമ പറഞ്ഞു. അതുപോലെ ജമിയത്തുൽ ഉലമയുടെ ബുക്കിലുണ്ട്, ജമിയത്തുൽ ഉലമ തീർച്ച ബുക്കിലുണ്ട്. ജിന്നബാധ ഉണ്ട് എന്നവർ അംഗീകരിച്ചു. അത് എവിടെ വെച്ച് ചികിത്സിച്ചതിനെ കേന്ദ്രമാക്കിയാലോ? അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു. മാത്രമല്ല, ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാർ റുഖിയ ശറിയ ചർച്ച ചെയ്തിട്ടവരിൽ അവസാനിപ്പിക്കുന്ന ഒരു കൺക്ലൂഷൻ മഞ്ചേരിയിലെ എന്റെ പ്രസംഗത്തിന്റെ 2ാമത്തെ ദിവസം ഞാൻ പഠിച്ചു. അതെന്താണ്? റുഖിയ ഇവിടെ ജിന്നബാധയേറ്റാൽ അവനെ ചികിത്സിക്കണം, പിന്നത് കഴിഞ്ഞു സാധാരണ ജീവിതത്തിലേക്കാണ് മടങ്ങിപ്പോ. അതൊരു തൊഴില. ഏതുപോലെ? ഇപ്പൊ പലിശക്കാരനായ ഒരാള്, അയാൾ ഒരാൾക്ക് പലിശ കൊടുത്താൽ അടുത്ത ആള് വരുന്ന അയാൾ പ്രതീക്ഷിച്ചിരിക്കും, അത് എഴുതും രേഖപ്പെടുത്തും, അതൊക്കെ ഉണ്ടാവും. അതുപോലെയല്ല ഇത്. ഇപ്പൊ ഒരാൾക്ക് ജിന്നബാധയോ സീറബാധ ഉണ്ടായ റുഖിയ ശറിയ ചെയ്യാം, പക്ഷെ അത് തൊഴിലല്ല, അയാൾ അതിനു വേണ്ടി ഇരിക്കരുത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ്, നമ്മുടെ ചർച്ചകളിൽ വളരെ കൃത്യമാണ് നമ്മുടെ നിലപാട്. കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് സെലഫികൾ മാതൃകയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്റെ പരാമർശം ആരെങ്കിലും തെറ്റിദ്ധരിച്ചുവെങ്കിൽ അത് ഞാൻ പിൻവലിക്കുന്നു. ആ കേന്ദ്രം എന്ന പരാമർശം ഞാൻ പിൻവലിക്കുന്നു. ബാക്കി ഏതെങ്കിലും ഒരു ലഫ്ള് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്കെതിരായി എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവരല്ല വിശ്വാസികൾ എന്ന് ഖുർആൻ പറയും. അതുകൊണ്ട് കേന്ദ്രം നിറയുക എന്നത് ഞാൻ ഒരിക്കലും ഒരു കേന്ദ്രമായി ഇങ്ങനെട്ട് അവിടെ കുറെ ആളുകൾ ഇരുന്ന് അവിടെ ടോക്കൺ എടുത്ത് ചികിത്സിക്കണമെന്നല്ല എന്നത്. അതിന്റെ ബാക്കി കേട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് കേന്ദ്രം എന്നതിനെ വെച്ച് നാളെ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് അതങ്ങ് അവസാനിപ്പിച്ചേടാ. ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഇനി അത് വെച്ച് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ മത്സരയെ ഭയപ്പെടുക എന്ന് മാത്രം, അത്ര മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, കേന്ദ്രം തുടങ്ങുക എന്ന് ഇന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പരാമർശത്തെക്കുറിച്ച് തൊട്ടു പിറ്റേ ദിവസത്തെ തനിക്ക് ലഭിച്ച കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പൊതുജന മധ്യത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നാം കേട്ടത്. പക്ഷേ ഇപ്പോഴും ഇതാ കേന്ദ്രം തുടങ്ങുന്നു, മുജാഹിദ് വൈശ്ശേരി പറഞ്ഞിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഈ ഒരു വശം കേൾക്കാൻ സമ്മതിക്കുന്നില്ല, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ KM മൗലവി അങ്ങനെ ജിന്നുബാധ ഏറ്റവരെ, സിഹിർബാധ ഏറ്റവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്ന് KM മൗലവി പറഞ്ഞിട്ടില്ലേ? ചികിത്സ എന്ന പദം KM മൗലവിയുടെ ഫത്വയിൽ ഇല്ലേ? അത് 2008 പോലും മടവൂർ വിഭാഗം എടുത്തു കൊടുത്തിട്ടില്ലേ? ജിന്നുബാധ മൂലം രോഗം ഉണ്ടാകുമെന്ന് ഈ ഫിത്രകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അബ്ദുറഹ്മാൻ സലഫി പോലും ഒപ്പിട്ടിട്ടില്ലേ? ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണം ഒരാൾക്കുണ്ടായാൽ ആ വ്യക്തി ജാറത്തിലേക്ക് പോകരുത്, പണിക്കരടുത്തേക്ക് പോകരുത്, തങ്ങന്മാരുടെ അടുത്തേക്ക് പോകരുത്, ഇസ്ലാമികമായ മാർഗം മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ എന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. സിഹർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. മടവൂർ വിഭാഗം പോലും അത് നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മടവൂർ വിഭാഗം പോലും പിരിഞ്ഞതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞ് 2004 മെയ് 28 ഷബാബ് ഫത്വ കൊടുത്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ
ജിഹ്വയായി നാം വളർത്തിയെടുത്ത ശബാബ് 2004 മെയ് 28-ാം തീയതി ഫത്വ കൊടുത്തു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ഫലിച്ചിട്ടുണ്ട്, അതുമൂലം അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. ശബാബ് ഫത്വ. 2005 ജനുവരി 21 വീണ്ടും ഫത്വ. റസൂലുള്ളാഹിക്ക് സിഹ്ർ ഫലിച്ചു എന്ന് പറയുന്ന ഹദീസിന്റെ നിവേദക പരമ്പരയിൽ യാതൊരു അയോഗ്യതയുമില്ല, പൂർണ്ണമായും അത് അംഗീകരിക്കേണ്ടതാകുന്നു. വീണ്ടും ശബാബ് ഫത്വ കൊടുത്തു. KNM-ന്റെ പാഠപുസ്തകത്തിലെ 4-ാം ക്ലാസ്സിലേക്കുള്ള സ്വഭാവ പാഠങ്ങളിൽ 4-ാം അധ്യായം മാരണം എന്നാണ് പേര്. അതെ, പിശാച് സേവയിലൂടെ നടത്തുന്ന ഗൂഢപ്രവർത്തനമാണ് സിഹ്ർ എന്ന് KNM-ന്റെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുമ്പോൾ അതിനെ നിഷേധിക്കുകയാണ് ചിലർ ചെയ്യുന്നത്. ആ സിഹ്ർ യാഥാർത്ഥ്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ഫലിച്ചു എന്നത് അവിടുത്തെ അയോഗ്യതയല്ല, മറിച്ച് സിഹ്റാകുന്ന യാഥാർത്ഥ്യം അതൊരു സത്യവിശ്വാസിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വിശ്വാസി സമൂഹം പഠിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു റസൂലുള്ളാഹിക്ക് സിഹ്ർ ഫലിപ്പിച്ചത്. അല്ലാഹ് ഫലിപ്പിച്ചതാണ് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഇങ്ങനെയാണ് ആരോപണങ്ങളുടെ വരവ്. കേന്ദ്രവും കഴിഞ്ഞപ്പോ പിന്നീട് നോമ്പായപ്പോ ജീവിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു, കണ്ടോ വിത്രിലിതാ കുനൂത്ത് തുടങ്ങുന്നു, ബിദ്അത്ത് തന്നെ, ബിദ്അത്ത് തന്നെ. അന്ധവിശ്വാസങ്ങൾ വരുന്നേ, എല്ലാ സ്ഥലത്തുനിന്നും ജയ് ജയ് വിളിയാണ്. വിത്രിലെ കുനൂത്ത് തുടങ്ങി, വിത്രിലെ കുനൂത്ത് ദാ തുടങ്ങി, കണ്ണൂർ തുടങ്ങി, തലശ്ശേരി തുടങ്ങി, അവിടെ തുടങ്ങി, ഇവിടെ തുടങ്ങി. ഇത് അന്ധവിശ്വാസത്തിലേക്ക് തന്നെ പോക്ക്. അപ്പൊ ആരോ ചോദിച്ചു, അല്ല 2 കൊല്ലം മുമ്പ് നമ്മളെ ചന്ദ്രാപ്പിനി ഈസ്റ്റ് സലഫി മസ്ജിദിൽ ഇങ്ങനെ ഒരു നടന്നിരുന്നല്ലോ. ഇപ്പൊ ഈ ആരോപണമൊക്കെ പറയുന്ന ആൾക്കാർ അവിടെ മൗമൂമികളായി ഉഷാറായി ആമയും പറഞ്ഞിരുന്നല്ലോ. ആൾക്കാർ സംശയം ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അന്ധവിശ്വാസമായിരുന്നോ? ഇപ്പൊ അതിൽ ചോദ്യം ചോദിച്ചാൽ ഇനി അപ്പുറത്താന്നാ തോന്നുന്നത്. അപ്പുറക്ക് അപ്പുറത്തായി. 2 കൊല്ലം മുമ്പ് ചന്ദ്രാപ്പിനി ഈസ്റ്റ് സലഫി മസ്ജിദിൽ അന്ന് അവിടെ വിത്രിലെ കുനൂത്ത് നടത്തിയതും ആ കുനൂത്തിൽ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നവർ വരെ പിന്നിലിരുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ചന്ദ്രാപ്പിനി പ്രദേശത്ത് ബിദ്അത്ത് തിരിച്ചു കൊണ്ടുവരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ? അത് ഹുസൈൻ സലഫി പറഞ്ഞിട്ടായിരുന്നോ? അത് സക്കരിയ സ്വലാഹി നിർദ്ദേശിച്ചിട്ടായിരുന്നോ? ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടായിരുന്നോ? അല്ലല്ലോ. അവിടെയാണ് സഹോദരങ്ങളെ വിത്രിലെ കുനൂത്തിന്റെ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടിൽ നിന്ന് അണുകിവിട ഇവിടെ ആരും വ്യതിചലിച്ചിട്ടില്ല. ഒന്നിച്ച് നാം പ്രോഫ്കോൺ നടത്തി തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ. ആ സ്റ്റേഡിയത്തിൽ പ്രോഫ്കോൺ നടന്നപ്പോൾ പ്രോഫ്കോൺ വന്ന കുട്ടികൾ ചോദ്യം ചോദിച്ചു വിത്രിലെ കുനൂത്തിനെ പറ്റി. അനസ് മൗലവി പ്രോഫ്കോണിന് അന്ന് കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കേൾക്കുക. നിർബന്ധിതാവസ്ഥയാണുള്ളത്. ഈ സാഹചര്യം എങ്ങനെ നേരിടാൻ പറ്റും? അതുപോലെ തന്നെ കുനൂത്തിനോട് തീരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടാണോ സലഫി പ്രസ്ഥാനത്തിനുള്ളത്? ഗൾഫിലൊക്കെ തന്നെ ചില സമയങ്ങളിൽ സുബൈക്ക് ഊതുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, എങ്കിലും ഇശാക്കും മറ്റ് സമയങ്ങളിലൊക്കെ പാലസ്തീനിലൊക്കെ പ്രശ്നങ്ങൾ മുറുകുന്ന സമയത്ത് കുനൂത്ത് പാരായണം ചെയ്യുന്നതായിട്ടുണ്ട്. ഇതിന്റെ വിധി എന്താണ്? അസറിനും മഗ്രിബിനും ഇശാക്കും അങ്ങനെ മൊത്തത്തിൽ കുനൂത്ത് നടത്താം. അത് ഈ സുബഹിയിലെ കുനൂത്തല്ല, നാസിലത്തിന്റെ കുനൂത്താണ്. അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ വിത്റിലെ കുനൂത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് വന്ന ഒരു റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്ത കുനൂത്തിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അതിനെ സംബന്ധിച്ച് പണ്ഡിത ലോകം ആ ഹദീസിനെ സംബന്ധിച്ച് ഹദീസ് നിരൂപകരായ ആളുകൾ ആ ഹദീസിന്റെ സ്ഥാനം കൊടുത്തു തന്നെ ഹസൻ എന്ന കാറ്റഗറിയിലാണ്. ഹസൻ എന്ന കാറ്റഗറിയിൽ അഥവാ സ്വഹീഹിന്റെ സ്ഥാനമെത്താത്ത അതിന് താഴെയുള്ള ഒരു സ്ഥാനത്തുള്ള ഹദീസ്, ആ ഹസൻ എന്ന് പറയുന്ന സ്ഥാനത്താണ് ഈ പറയുന്ന വിത്റിന്റെ കുനൂത്തിനെ സംബന്ധിച്ചുള്ള ഹദീസ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അമിതമായി പ്രോത്സാഹിപ്പിക്കേണ്ടതോ ഇനി അതല്ല ഒരാൾ നടത്തിയാൽ അത് തെറ്റാണ് എന്ന് പറയേണ്ടതോ ആയ രൂപത്തിലുള്ള കുനൂത്ത് ആണ് അത്. ഒരാൾ നടത്തിയാൽ അത് തെറ്റാണ്, ബിദ്അത്താണ് എന്ന് പറയേണ്ടതില്ല. അതേസമയം ഒരാൾ നടത്താത്ത ഒരാളുണ്ടെങ്കിൽ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നടത്തിക്കേണ്ടതുമല്ല. ഒരാൾ നടത്തിയാൽ അത് തെറ്റാണ്, ബിദ്അത്താണ് എന്ന് പറയേണ്ടതില്ല. അതേസമയം ഒരാൾ നടത്താത്ത ഒരാളുണ്ടെങ്കിൽ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നടത്തിക്കേണ്ടതുമല്ല. ആ രൂപത്തിൽ ആ ഒരു പരിഗണനയിൽ പെടുത്താവുന്ന രൂപത്തിലാണ് ആ ഹദീസ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. മുജാഹിദ് പ്രസ്ഥാനവും
ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിത്തറിലെ കുനൂത്ത് ഒരാൾ നടത്തുകയാണെങ്കിൽ അതിനെ മുജാഹിദികൾ വിമർശിക്കാറില്ല. വിത്തറിലെ കുനൂത്ത് ഒരാൾ നടത്തുകയാണെങ്കിൽ അതിനെ മുജാഹിദികൾ വിമർശിക്കാറില്ല. വിത്തറിലെ കുനൂത്ത് ഒരാൾ നടത്തുകയാണെങ്കിൽ അതിനെ മുജാഹിദികൾ വിമർശിക്കാറില്ല. ഇനി ഒരാൾ നടത്തണം എന്ന് പറഞ്ഞിട്ട് വാശിയോടുകൂടി അടിച്ചേൽപ്പിച്ച് അത് നടത്തണമെന്ന് വാശി പിടിക്കാറില്ല. ആ ഹദീസിന്റെ സ്ഥാനം മനസ്സിലാക്കി, ഹദീസിന്റെ രൂപം മനസ്സിലാക്കി, അതിന്റെ സനദുകൾ തന്നെ പരിശോധിച്ച് വ്യക്തമായ മധ്യമമായ ഒരു നിലപാടാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ ശരിയായ രൂപമായിട്ടുള്ളതും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ബിദഅത്താണ് എന്ന് പറഞ്ഞത് സുബഹിലെ കുനൂത്തിനെ സംബന്ധിച്ചാണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ പിന്നെ ഹനഫി മദ്ഹബിൽ ആ കുനൂത്തില്ല, സുബഹിക്കില്ല. ഉണ്ടോ? സുബഹിക്ക് ആ കുനൂത്തുണ്ട്. ഹനഫി മദ്ഹബിൽ ആ സുബഹിക്ക് ആ കുനൂത്തില്ല. ഹംബലി മദ്ഹബിൽ ആ കുനൂത്തില്ല. എടോ, നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ബിദ്അത്തും ദലാലത്തുമല്ലേ? ഒരു സലാത്ത് ഉണ്ടാക്കിയിട്ട് അത് 313 വട്ടം ചെല്ലിയ ഇന്ന കൂലി, 444 വട്ടം ചെല്ലിയ ഇന്ന കൂലി, അത് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്താണ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ബിദ്അത്താണ്, ദലാലത്താണ്. അത് ലബ്ബയും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, ഫൈസൽ മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സമസ്തക്കാര് ചെല്ലുന്നത് തനിച്ച ശിർക്കൻ സലാത്ത് തന്നെയാണ്. നബി വിളിച്ചാൽ കേൾക്കും, നബി കാണും, നബി അറിയും എന്ന വിശ്വാസത്തോടു കൂടിയാണ് തൻഹല്ലു ബിഹിൽ ഉഖദ്. നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്കൽ നീങ്ങുന്നു. എങ്ങനെ? നബിയെ എന്റെ കെട്ടിക്കൊടുക്ക് നീക്കി തരണേ എന്നാൽ നബി നീക്കി കൊടുക്കുന്ന ആ വിശ്വാസം. നബിയെ കൊണ്ട് ആഗ്രഹങ്ങൾ നിറവേറുന്നു. നബിയെ എന്റെ ആഗ്രഹം മുറാദെ ഹാസിലാക്കി തന്നെ നബി നീ ഹാസിലാക്കി കൊടുക്കുന്ന ഈ വിശ്വാസത്തോടു കൂടി ചൊല്ലുന്ന നാരിയ സലാത്ത് ശിർക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്റെ മംഗലാപുരം സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ അത് തോണ്ടി നോക്കിയല്ലോ. എന്താ ഈക്കാരും ഉണ്ടായിരുന്നത്? ഓർക്കറിയാ തൊട്ടാ പൊള്ളുന്ന്. അതുകൊണ്ട് ബിദ്അത്തും ദലാലത്തുമായ നാരിയ സലാത്ത് അതിന് ശിർക്കുണ്ടോ ശിർക്കില്ലെന്ന് തനിക്ക് ശിർക്കില്ലെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റുമോ? ഇപ്പൊ മുസ്ലിയാക്കന്മാര് ചോദിക്കാണ്, മങ്കൂസ് മൗലിദിലെ ശിർക്കിന്റെ വരികൾ ഒഴിവാക്കി തന്ന നമ്മൾ മുജാഹിദീങ്ങൾ ചെല്ലാൻ പറ്റുമോ? നമുക്ക് ബിദ്അത്തല്ലേ, ദലാലത്തല്ലേ, കള്ളക്കഥയല്ലേ? അതുകൊണ്ട് അതിന്റെ പേരിൽ തർക്കിക്കേണ്ടതില്ല. മടവൂരികൾക്ക് ഒന്നും കിട്ടാതെ മുങ്ങിച്ചാകാൻ നിൽക്കുമ്പോ എന്തെങ്കിലും കിട്ടണ്ടേ? എന്നിട്ട് ഇങ്ങനെ ഞങ്ങളെ നാട്ടിൽ പറയുന്നത് പൂച്ചുട്ടി പറയുന്നത് തുപ്പലിട്ടിയ മാതിരി പാടത്തൊക്കെ ഇങ്ങനെ ഈ തലയിലൊരു ചെറിയ ഈ ഒരു സ്വർണത്തിന്റെ നിറലിൽ തലയുള്ള പൂച്ചുട്ടി പറയുന്നല്ലേ പറയാ, ഇത് തുപ്പി കൊടുത്തായി അതിമക്കൊണ്ട് ചാടും എന്നാ മാതിരി അതേറ്റ് ഇങ്ങനെ നടക്കും കുറച്ചു നേരം. അതാണിപ്പോ മടവൂരികൾ അവസ്ഥ എന്ന് പറയേണ്ടി വന്നതിൽ. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആരായി സംസാരിച്ചത്? സക്കരിയ സലാഹി. എന്താ പറഞ്ഞത്? മൂപ്പര് ചെല്ലാനാ പറഞ്ഞത്. പഠിച്ചോനെ, ഒറ്റ മിനിറ്റ് ഞാൻ മെസ്സേജ് അയക്കട്ടെ. മെസ്സേജ് ഫൈസൽ മുസ്ലിയാർ അങ്ങനെ തന്നെ പറഞ്ഞത്. അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഫൈസൽ മുസ്ലിയാർ മംഗലാപുരം സംവാദത്തിൽ നാരിയ സ്വലാത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിയാമാരെ കുത്തിയൊക്കെ ഒന്ന് പറയുന്നു. ശ്രദ്ധിക്കുങ്ങള്. നിങ്ങൾ കുത്തുബിയത്തിലൂടെ, നിങ്ങൾ നാരിയ സ്വലാത്തിലൂടെ, നിങ്ങൾ മാല മൗലിദിലൂടെ, നിങ്ങൾ ജാറങ്ങളിലൂടെ റഹ്മാനായ റബ്ബല്ലാത്തവർക്ക് അഭൗതികത കൽപ്പിക്കുന്നു. അതെ, തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് തുടങ്ങിയ പ്രയോഗങ്ങൾ നബി സഹായിക്കുമെന്നും നബി പ്രയാസം ദൂരീകരിക്കുമെന്നും നബി ഇടപെടുമെന്നും ഒക്കെയാണല്ലോ നിങ്ങൾ വ്യാഖ്യാനം നൽകുന്നത്. നിങ്ങളുടെ വിശ്വാസവും അതാണല്ലോ. ആ നാരിയ സ്വലാത്ത് അടക്കമുള്ള, കുത്തുബിയത്ത് അടക്കമുള്ള, റാത്തീബും മാലയും മൗലീദും അടക്കമുള്ള പദ്യഗദ്യങ്ങളിലൂടെ ഈ ശിർക്ക് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജാറങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോയി തേടാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഭൗതികമായ കാര്യങ്ങളിൽ, അസാധാരണമായ കാര്യങ്ങളിൽ, സബബുകൾക്ക് അധീനമായ കാര്യങ്ങളിൽ, അതേ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട വിഷയങ്ങൾ റബ്ബല്ലാത്തവരോട് ചോദിച്ച് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നു. ഇലാഹിന്റെ സ്ഥാനത്തേക്ക് അവർ എത്തിപ്പെടുന്നു. അത് ശിർക്കായി മാറുന്നു. ഇലാഹാണെന്ന് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഖാലിഖാണെന്ന് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്ന പണി അതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൗഹീദിലേക്ക് വരൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കൂ, റബ്ബിനോട് മാത്രം തേടൂ, ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കൂ. പദങ്ങളിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ പോരാ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കിടയിൽ വിവാദമുണ്ടായപ്പോൾ ഇനി നിങ്ങളെ എതിരിടാൻ ഞങ്ങൾ ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിവാദവും നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ കൂടുതൽ ശക്തി നൽകി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ജിന്നു പറയേണ്ട സ്ഥലത്ത് ജിന്നു പറയും, ശൈത്താൻ പറയുന്ന സ്ഥലത്ത് ശൈത്താൻ പറയും, ഇത്തരം ആളുകൾ ഫിത്ന പറയേണ്ടടുത്ത് അതും പറയും. ജിന്നിന്റെ സമയം കഴിഞ്ഞു, ശൈത്താന്റെ സമയം കഴിഞ്ഞു. ഞങ്ങൾ ആൾക്കാരും പഠിച്ചു. ഇനി ഇതാ നിങ്ങൾക്കെതിരെ തന്നെ ഇന്ന് മുതൽ ഇതൊരു ഇറക്കമാണ്, ഇത് തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ ഇങ്ങോട്ട് ആഞ്ഞടി തന്നെയാണ്. മണ്ണാർക്കാട് നിന്ന് സുലൈമാൻ സഖാഫിയും സമദയത്തും പോയതുപോലെ ഇതാ ഈ മംഗലാപുരത്ത് നിന്ന് ഇർഫാനിയും ദാരിമിയും അവിടെ ഖാലിഖിയത്ത് വാദവും ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട്. സഹോദരങ്ങളെ, ഇത്ര വ്യക്തമായി സമസ്തക്കാരെ മുമ്പിൽ കിട്ടിയപ്പോൾ വാദപ്രതിവാദത്തിൽ സംവാദത്തിലായി പറയുന്നത് ആ നാരിയ സ്വലാത്തിൽ നിങ്ങൾ നബി കേൾക്കുന്നല്ലേ നിങ്ങളെ വിശ്വാസം, നബി ഉത്തരം ചെയ്യുന്ന പാച്ച ശിർക്ക. മുസ്ലിയാക്കാർ മുണ്ടിയോ? ഇങ്ങനെ സംവാദത്തിൽ മുസ്ലിയാക്കന്മാർക്കെതിരെ
ഈ നാരിയാ സ്വലാത്ത് ശിർക്കാണെന്ന് പറഞ്ഞ് വാദിച്ച ഈ പാവപ്പെട്ട മനുഷ്യനെ പറ്റി ഇതാ നാരിയാ സ്വലാത്ത് കുഴപ്പമില്ല എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നു. പരലോകമില്ലേ സഹോദര? മരണമില്ലേ സഹോദര? മരണാനന്തര ജീവിതമില്ലേ സഹോദര? ഇവിടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാര്, നാളെ പരലോകത്ത് നമുക്ക് കൂട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം.